നമസ്കാരം. നാട്ടുവർത്തമാനത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിദ്യാർത്ഥികളിൽ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗത്തെ കുറിച്ചാണ്. ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സ്റ്റുഡന്റ് കൗൺസിലറായ ഫൗസിയ PA. സ്വാഗതം. കൊച്ചിൻ കോളേജ് യൂണിയൻ ചെയർമാനായ മുഹമ്മദ് യാസീൻ. ഒപ്പം മീഡിയ സ്റ്റുഡന്റായ ഹർഷൽ സന്തോഷ്. സ്വാഗതം. ആദ്യ ചോദ്യം നമുക്ക് സ്റ്റുഡന്റ് കൗൺസിലറിൽ തന്നെ തുടങ്ങാം. സാധാരണ നമ്മുടെയൊക്കെ ജനറേഷൻ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്ന് കരുതുന്നത് ഒരു ഫോൺ വിളിക്കുക എന്നൊക്കെ. ഇന്ന് അത് ഒരുപാട് സാധ്യതകൾ, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടർ, അതെല്ലാം കൂടി ഒരു ചെറിയ ഫോണിലേക്ക് ഏകോപിച്ചിരിക്കണം. അപ്പൊ ഇന്നത്തെ ജെൻസി ആയാലും ജെൻഫി ആയാലും ഈ ഫോൺ കാണുന്നത് ഒരു കളിപ്പാട്ടമായിട്ട് അവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധ്യതകളല്ല അവർ കാണുന്നത്. ആ കളിപ്പാട്ടം എങ്ങനെ നമുക്ക് ഇവരെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ പറ്റും? പിടിച്ചു വാങ്ങുക, ആ ടേം തന്നെ ഒരു വലിയൊരു മണ്ടത്തരമാണ്. കാരണം അവർ ജനിച്ചു വീഴുന്നത് തന്നെ ആ ഒരു ലോകത്തേക്കാണ്. ഈ ഒരു ലോകത്ത് നിന്ന് അവർ കണ്ട് ശീലിച്ച ഒരു സാധനത്തെ പിടിച്ചു വാങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അത് അവരുടെ ബ്രെയിനിൽ ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിനെ പിടിച്ചു വാങ്ങുക എന്നതിനേക്കാൾ ഉപരി അതിന്റെ യൂസേജ് എന്താണ്, അതിന് എന്തിനു വേണ്ടിയിട്ടാണ് അതിനൊന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ചീത്തവശങ്ങളും നല്ല വശങ്ങളും, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആസ് എ പാരന്റ് എങ്ങനെയാണ് കുട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ കൊടുക്കുന്നത്, അതനുസരിച്ചാണ്. അതുകൊണ്ട് പിടിച്ചു വാങ്ങുക എന്നുള്ളൊരു ടേം അവിടെ ഇല്ല. അതെ അതെ, സത്യത്തിൽ പിടിച്ചു വാങ്ങാൻ ടേം ഇല്ല. പക്ഷെ നമ്മളെല്ലാം ശീലിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. സാധനം ഉപയോഗിക്കണമെങ്കിൽ അത് നമുക്ക് പിടിച്ചു വാങ്ങണം. അത് എനിക്ക് തോന്നുന്നൊരു 95% പാരന്റ്സും എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും ആ ഒരു രീതിയിലാണ് അവർ ആ കാര്യത്തിന് അത് വേണ്ട എന്നുള്ള നെഗറ്റീവ് സാധനം നെഗറ്റീവായി കണ്ട പിന്നെ വേണ്ട. അതിപ്പോ ഈ പറഞ്ഞ നല്ല വശം പറയാൻ പോലും കുട്ടിക്കും മനസ്സിലാവില്ല. ഇത് നല്ല വശം എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു പാരന്റിന് അറിയാം. അതെ, അവിടെയാണ് പാരന്റിന്റെ പുതിയ റൂൾസ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളിപ്പോഴും 2G പാരന്റായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതേസമയം 5Gയിലേക്ക് വന്ന കുട്ടികൾ ആസ് എ പാരന്റ് ഓൾസോ ഹാവ് ടു ചേഞ്ച് ടു 5G. അത് ആണ് നമ്മൾ ശീലിക്കേണ്ടത്. ഒരു പാരന്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടെക്നോളജിക്കൽ യുഗത്തിലേക്ക്, ഡിജിറ്റൽ എറയിലേക്ക് എങ്ങനെയാണ് ആ കുട്ടികളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ പാരന്റിങ് ഇസ് മസ്റ്റ്. ആൻഡ് അതും ന്യൂ ടെക്നോളജി വൈസ് ഉള്ള പാരന്റിങ്. യാസീൻ ഒരു 2000 കിട്ടാൻ ഇപ്പൊ പറഞ്ഞില്ലേ പാരന്റിങ്ങിന് 5Gയിലേക്ക് മാറണം. സത്യത്തില് പാരന്റിങ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഇല്ല. എല്ലാവരും സ്വാഭാവികമായിട്ടൊരു പാരന്റായി മാറുന്നു. ഒരു സുപ്രഭാതത്തില് പാരന്റായി മാറുന്നു. ഇപ്പൊ ഞാനടക്കമുള്ള പാരന്റ്, ഞങ്ങൾക്കൊരു കോഴ്സ് കിട്ടിയിട്ടൊന്നുമല്ല പാരന്റിങ് ആവാൻ. അപ്പൊ ഈ 2Gന്ന് ഒരു പാരന്റ് 5Gയിലേക്ക് പോകാന്നൊരു വലിയ ടാസ്ക്കാണ്. കാരണം നിങ്ങളുടെ കൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ ആ ഒരു ഇതിലേക്ക് വരിക എന്നുള്ളത് അത് പോസിബിൾ ആണോ ഒരു പാരന്റിന്? എന്താണ് യാസീന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്? എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല, എൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അവരോട് ഇണങ്ങി നിന്നിട്ട് പെരുമാറുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഈ പിടിച്ചു വാങ്ങ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഭയങ്കര ഇതായ രീതിയിൽ, അറകായ രീതിയിൽ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾ അവരുടെ കുട്ടികളോട് പെരുമാറുന്നത്. അവരുടെ ശരിയാണെന്ന് അവരുടെ തോന്നലാണ്. പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഈ ഒരു പ്രായത്തിലുള്ള എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയൊക്കെ ഇണക്കി കയ്യിലെടുക്കാൻ പറ്റൂ, ഇണക്കി കയ്യിലെടുത്ത് അവരോട് അത്തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു 90% അത് നടപടിയാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഈ പറയുന്ന പാരന്റ്സ് റെഡിയല്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? റെഡി എന്ന അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഒരു ഇതുപോലെ രീതിയിലാണ് പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് നല്ലൊരു വലിയൊരു ഫാക്ടറാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ജെൻസി പിള്ളേരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ ജനിച്ച് വീഴുന്നത് ഡിജിറ്റൽ ലോകത്തിലേക്കാണ് ജനിച്ച് വീഴുന്നതും. പിന്നെ നമ്മുടെ പേരൻസ് എന്ന് പറയുന്നത് അവർ ലൈക്ക് 90s ആ ഒരു മോഡലോട്ടാണ്. അവരുടെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ ലൈക്ക് ഫീൽഡിലോട്ടൊക്കെ പോയി കളിച്ച് അങ്ങനെയായിരുന്നു. പക്ഷെ ജെൻസി പിള്ളേരിലോട്ട് വന്നു കഴിയുമ്പോൾ പേരൻസ് അപ്പോഴേക്കും പ്രൊഫഷണൽ ജോബ് ചെയ്യുന്നവർ. അപ്പൊ അവർക്കൊരിക്കലും ലൈക്ക് എന്താണ് സമയം കണ്ടെത്തുന്ന പേരൻസും ഉണ്ട്, പക്ഷെ അതേസമയം സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള പേരൻസും ഉണ്ട്. അപ്പൊ അവർ കുട്ടികളെ ഫീഡ് ചെയ്യാനായിട്ടും അതുപോലത്തെ കുട്ടികളെ എൻഗേജ് ആക്കാനായിട്ട് അവർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് ഈ മൊബൈൽ ഫോൺസ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് അവർ ശരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ജെൻസീസിനെ നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അവര് ലൈക്ക് അവരുടെ ചെറുപ്പം തൊട്ടേ ഇന്ററാക്ഷൻ വിത്ത് പാരന്റ്സിനേക്കാളും കൂടുതൽ വരുന്നത്
മൊബൈൽ ഫോൺസിനെ ആണ്. അപ്പോൾ AI വന്നു കഴിയുമ്പോഴാണ് അവർ മോർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിജിറ്റലിലോട്ടാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്ററാക്ഷനിൽ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ പുറത്തിപ്പോ നമ്മൾ ഒരു സോഷ്യൽ ഇവന്റിന് അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിള്ളേരെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് എലോൺ ആയിട്ടിരിക്കാനായിട്ടാണ് നോക്കുന്നത്. കാരണം അവർക്ക് സോഷ്യലി ഇന്ററാക്ട് ചെയ്യാനായിട്ട് അറിയുന്നില്ല, ആ ഒരു ഫാക്ടറിലോട്ടും വരുന്നത് ഇല്ല. അവർക്ക് ഇന്ററാക്ഷൻ ആയിട്ടുള്ള ഒരു ടാലന്റ് അല്ലെങ്കിൽ ഇൻബോൺ ഒരു ജനറ്റിക്സ് അവർക്ക് കിട്ടുന്നില്ല. കാരണം അവർ ജനിച്ചു വീണപ്പോ തന്നെ മൊബൈൽ ഫോൺ ഇന്റർനെറ്റിലോട്ടാണ് അവർ ജനിച്ച് വീഴുന്നത് തന്നെ. അപ്പൊ ഇന്ററാക്ഷൻ കുറവാണ് വരുന്നത്. അതായത് പാരന്റിങ്ങിന്റെ ഒരു ആദ്യഘട്ടത്തിൽ നമ്മൾ തന്നെ ഫോൺ കൊടുക്കുന്നു. അതായത് നമ്മുടെ സൗകര്യാർത്ഥം നമ്മള് ജോലിക്ക് പോകുന്ന നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മൾ എടുത്തറിയപ്പെടുന്ന സാഹചര്യങ്ങളാണ്. അപ്പൊ ആ സാഹചര്യങ്ങളിൽ കുട്ടി ഒരു എന്താ കുറച്ച് ശല്യമായി തോന്നുക, അല്ലെങ്കിൽ അവന് ഇത്തിരി അടങ്ങിയിരുന്നോട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നമ്മൾ തന്നെ ഫോൺ കൊടുത്ത് ശീലിപ്പിക്കുന്നു. ഒരു ഘട്ടത്തില് ഈ ബോധവൽക്കരണം പെട്ടെന്ന് ഒരു ദിവസം നല്ല പാരന്റ് ആവാൻ ചെന്നിട്ട് ഫോൺ തിരിച്ചു വാങ്ങിക്കണ ഒരവസ്ഥ, അത് കുട്ടീനെ ഫ്രസ്ട്രേറ്റഡ് ആണ് ആക്കുന്നത്. ഇത് പല പാരന്റ്സും മനസ്സിലാക്കുന്നില്ല. അതാണ് ഇവരുടെ പരാതി. ഇപ്പോ യാസീൻ പറഞ്ഞു 90s പാരന്റ്സ് ആണ്. ഇത് മൊബൈൽ ഒട്ടും ഉപയോഗിക്കാത്ത ഈ 90s പാരന്റ്സ് ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് അവർ മൊബൈൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും അഡ്വാൻസ്മെന്റ് ആയിട്ട് അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ why can't they change their parenting? അല്ലേ? അപ്പൊ അവർക്ക് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു മൊബൈൽ ഇല്ലാതെ ഞങ്ങൾക്കും പറ്റില്ല എന്ന് പാരന്റ്സ് തീരുമാനിച്ച സ്ഥിതിക്ക് എന്തുകൊണ്ട് മൊബൈലിൽ തന്നെ ജനിച്ചു വളർന്ന ആ ഒരു ഡിജിറ്റൽ എറയിൽ വന്ന ആ കുട്ടികളെ എന്തുകൊണ്ട് എനിക്ക് ഏത് രൂപത്തിലാക്കിയെടുക്കാം? ഇപ്പൊ പാരന്റിന്റെ ഒരു ഡ്യൂട്ടി ആണല്ലോ, നമ്മള് ആ ആദ്യകാലം മുതൽ ഇതുവരെ പാരന്റിന്റെ ഡ്യൂട്ടിയാണ് ആ കുട്ടിയെ കൃത്യമായി മൗൾഡ് ചെയ്യുക എന്നുള്ളത്. ആ ഡ്യൂട്ടിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആ ഡ്യൂട്ടി വിൽ കണ്ടിന്യൂ അല്ലെ? അത് ഈ ലോകത്തിന്റെ അവസാനം വരെ ഉണ്ടാകും. യെസ്. അപ്പൊ ആ ഒരു ഇത് എന്തുകൊണ്ട് അത് മാത്രം ഓക്കെ, നമുക്ക് ജോലിയുണ്ട്, അത് അത്യാവശ്യമാണ്, പ്രൊഫഷണലാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി അതൊരു ഡ്യൂട്ടി ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ വൈ വി ആർ നോട്ട് ടേക്കിംഗ് ദിസ് ആസ് എ ഡ്യൂട്ടി അല്ലെ? നമുക്ക് പ്രയോറിറ്റൈസേഷൻ എന്തിലാണ് നമ്മൾ കൊടുക്കുന്നത്? ഇപ്പൊ നാളെ ഞാൻ ആർക്ക് വേണ്ടിയാ ജോലി ചെയ്യുന്നത്? അങ്ങനെയുണ്ടല്ലോ. ഞാൻ എന്തിനു വേണ്ടിയാണ് ഞാൻ പിന്നെ ക്യാഷ് കളക്ട് ചെയ്യുന്നത്, എന്റെ ബാങ്ക് ബാലൻസ് കൂട്ടുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഓക്കെ, എന്റെ റിട്ടയർമെന്റ് ലൈഫിനാണ്. എന്റെ റിട്ടയർമെന്റ് ലൈഫിന് എന്റെ കൂടെ ഉണ്ടാകേണ്ടത്, ഇല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ടാവോ ഇല്ലയൊന്നുമില്ല, എന്നാൽ പോലും എന്റെ കുട്ടികൾക്ക് നല്ല കറക്റ്റ് ഫോക്കസിങ് ആയിട്ടുള്ള ഒരു കൃത്യത കൊടുക്കണം. അവരുടെ ലൈഫും ബാലൻസ് ചെയ്ത് പോകണം. ഈ ഒരു സംഭവം കൊടുക്കണമെങ്കിൽ പാരന്റിങ് അത്യാവശ്യമാണ്. പാരന്റിങ് ഒരു രീതിയിൽ പറയുമ്പോൾ അവര് പറയുന്നത് ഭയങ്കര ഹെൽത്ത് കൺസേൺ ആണ്. അതാണ് ഈ പാരന്റിങ് ഭയങ്കര എന്താ പറയാ കുറച്ചും കൂടി ഭയങ്കര പേഴ്സണൽ ആവുന്നത്. യാസിനോട് പോലുള്ള പിള്ളേർക്ക് പറയാണ്. അതായത് അവർ പറയുന്നത് നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യണം, ഞങ്ങൾ എതിരൊന്നുമല്ല, മെന്റലി അവരെതിരല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ എഫക്ട് ചെയ്യുന്നു, നിങ്ങളുടെ കണ്ണിനെ എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തം ബോഡിയുടെ മോട്ടോർ സ്കിൽസിനെ എഫക്ട് ചെയ്യുന്നു, ഇപ്പൊ ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഇന്ററാക്റ്റീവിനെ എഫക്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് പാരന്റിങ്ങിന്റെ കൺസേൺ ആയിട്ട് അവരെപ്പോഴും ഈ ഒരു കാര്യത്തിന് ഒരു എന്തായിട്ട് പറയാ ഒരു മുൻകരുത്ത് പോലെ പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇതിനോട് നിങ്ങളുടെ ഒരു ഇതെന്താണ്? നിങ്ങൾ മണിക്കൂറുകളോ ഫോണിൽ ചെലവഴിക്കുന്ന ഒരു ജനറേഷനാണ്. എന്തായിരിക്കും അതിനോട് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്താണ്? തീർച്ചയായിട്ടും നമ്മളെ കൂടെയുള്ള വിദ്യാർത്ഥികളും തന്നെ അങ്ങനെയാണ്, കൂടെ പഠിക്കുന്നവരും അങ്ങനെയൊക്കെ തന്നെയാണ്. രാത്രി ഫോണിന്റെ ചാർജ് എത്രത്തോളം തീരുന്നു അത്രത്തോളം കളിച്ചിട്ടാണ് കൂടുതൽ പേര് കുത്തിയിട്ടിട്ട് ആണ് കിടന്നുറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡാണ് ഇപ്പൊ നടക്കുന്നത്. മറ്റേ ഈ സീരീസും അതും ഇതും ഒക്കെ കണ്ടിട്ട് അതിൽ നിന്നൊരു മാറ്റം വരണമെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മള് അങ്ങനെ ഒരു ഇങ്ങനെ എന്തുകൊണ്ട് എങ്ങനെ തോന്നിയിട്ടുണ്ടാവോ എന്ന് വെച്ചാൽ അത് ഞങ്ങൾ ഹെൽത്തി ആണെന്നുള്ളൊരു തോന്നലായിരിക്കാം. ഞങ്ങൾക്ക് മണിക്കൂറോളം കാണാം, ഞങ്ങൾക്ക് മണിക്കൂറോളം കണ്ണ് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയുള്ള രീതി. അത് നിങ്ങൾ പറഞ്ഞില്ലേ പാരന്റിങ് ഇണക്കി എന്ന് പറയുന്ന പോലെ, പാരന്റിന്റെ ആ ഒരു കൺസേൺ നിങ്ങളുടെ ഒരു സൊല്യൂഷൻ എന്താണ്? ഞങ്ങളുടെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഹെൽത്താണ്. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് ഈ മൊബൈലിലൊക്കെ കൂടുതൽ കളിച്ചാലും മെന്റലി ആയാലും നമ്മളെ പഠനത്തിലായാലും അതുപോലെ തന്നെ മൊബൈലിൽ ഇങ്ങനെ ഡോപ്പമിന്റെ ഇൻക്രീസ് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സയൻസ് പറയുന്നത് അങ്ങനെയാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു UN ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ പറയണത്
13 മുതൽ 17 വയസ്സുള്ള 90% സ്റ്റുഡൻസ് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നാണ് പറയുന്നത് ആക്റ്റീവായിട്ട്. അതിൽ വീണ്ടും പറയണ്ട 9 വയസ്സ് മുതൽ 12 വയസ്സിനിടയിലുള്ള വിദ്യാർത്ഥികളിൽ 40% ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നാണ്. അത്രത്തോളം അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഏജ് വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ടും ഈ കുട്ടികൾ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടുന്നത്? അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ്, അട്രാക്റ്റീവ്. ഇപ്പൊ ഇൻസ്റ്റ ഒക്കെ എടുക്കുമ്പോ അറിയാം, ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ചെയ്ത് പോകും. ഒരു മത്സരമാണ്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റ എടുക്കുമ്പോ തന്നെ എന്തോ ഒന്ന് അങ്ങോട്ട് പെട്ടെന്ന് പോയിട്ട് വരണേ, അപ്പൊ അതെന്താ പോയേ, അത് താഴെ ഉണ്ടാവും. പിന്നെ ആ സ്ക്രോളിങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, ടൈം പോലും അറിയില്ല. ഇപ്പോ നോമോഫോബിയ, അങ്ങനെ ഒരുപാട് വിർച്വൽ ഓട്ടിസം, ഒരുപാട് ടേംസ് വരുന്നുണ്ട് ഇതിനൊക്കെ. കാരണം അവർ പോലും അറിയാതെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പോവാണ്. നമ്മൾ ജെൻസി പറയുന്നു അവർക്ക് ആഗ്രഹമുണ്ട് ഇതൊന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്താം. പക്ഷെ ഇവരിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലഷർ, ഇപ്പം ബ്രെയിന് എപ്പോഴും പ്ലഷർ ആൻഡ് പെയിൻ ബാലൻസ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ പ്ലഷർ ആണ് എപ്പോഴും ഇങ്ങനെ യെസ് അതിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വെച്ചാല് ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഇത് ബാലൻസ് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് ഇംബാലൻസിങ് പ്രശ്നങ്ങൾ, മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ, മെന്റൽ സ്ട്രെസ് ഇങ്ങനെ കൂടിക്കൂടി. എത്രത്തോളം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏജ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ മെമ്മറിയിലുള്ള ഹിപ്പോ ക്യാമ്പസിന്റെ സൈസ് പോലും കുറഞ്ഞു ചുരുങ്ങിപ്പോകും. നമ്മുടെ ഗ്രേ ഇതുണ്ടല്ലോ തലച്ചോറിനുള്ളിലുള്ള അതുപോലും കുറഞ്ഞിട്ട് ഡിപ്രഷൻ, ഇതുപോലെ വ്യത്യസ്ത അസുഖങ്ങൾ, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയില്ല. അപ്പൊ കുട്ടികളോട് ഇത് പറയുമ്പോൾ അവർക്കും ഓക്കെ ഇതൊക്കെ ശരിയാണെന്ന് അറിയാം, പക്ഷെ മാറ്റാൻ പറ്റാത്ത അത് വിധത്തിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം പുറത്തോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും ഹർഷൻ, പക്ഷെ ആ പാരന്റ്സ് സപ്പോർട്ടിങ് കറക്റ്റ് രീതിയിൽ വരാത്തത് കൊണ്ടാകും അവർ കുറച്ചുകൂടി അഗ്രസീവ് ആവുന്നത്. അതായത് അവര് ജനിച്ച് വീഴുന്നത് ഈ മൊബൈൽ ഇതിലോട്ടാണ് ജനിച്ച് വീഴുന്നത് തന്നെ. അപ്പൊ പെട്ടെന്നൊരു ദിവസം നമ്മുടെ പാരന്റ്സ് ഇപ്പൊ ഇങ്ങനെ പറയാ യു ഷുഡ് അവോയ്ഡ് മൊബൈൽ ഫോൺസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ലൈക്ക് അവരോർക്കും ഓക്കെ അവോയ്ഡ് ചെയ്യാം, ഹെൽത്ത് നമുക്ക് അത് ബാധിക്കുമെന്ന് അവർക്ക് അറിയാമെങ്കിലും അവർക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല. അവർക്ക് സോഷ്യൽ സ്കിൽസ് തന്നെ കുറവായത് കൊണ്ട് പെട്ടെന്ന് അത് മാറ്റാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അത് അവരുടെ മെന്റലി ശരിക്കും, കാരണം അവർ മെന്റലി എല്ലാ ഇമോഷണലി അവർ മൊബൈൽ ഫോൺസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം മാറ്റാന്ന് പറയുമ്പോൾ അവർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് ഒന്നും ഇല്ല. കാര്യം പറഞ്ഞാൽ അവർക്ക് നോ ഐഡിയ എന്ത് ചെയ്യും ഞാൻ. അപ്പൊ വെറുതെ ഇങ്ങനെ ചുമ്മാ എന്ന് കഴിയുമ്പോഴേക്കും ലൈക്ക് അവർക്ക് ഇൻട്രൂസീവ് തോട്ട്സ് വരും. പക്ഷെ ലൈക്ക് ഓട്ടോമാറ്റിക്കലി അവർ പിന്നീട് തിരിച്ച് ഇതിലോട്ട് തന്നെ പോകും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പേരൻസ് അതനുസരിച്ച് ടൈമും കാര്യങ്ങളും കുട്ടികളെ ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാല്യുബിൾ ഫാമിലി ടൈം വാല്യുബിൾ ആയിട്ട് നമ്മൾ ടൈം യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ പിള്ളേർക്ക് ആ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ആ മൊബൈൽ ഫോണിൽ അത്രയും അഡിക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഡിപ്പെൻഡബിൾ ആകാണ്ട് മാറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഹർഷിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ആക്ച്വലി നമ്മുടെ ഈ പാരന്റ്സ് ആണ് ഈ ഒരു സോഷ്യൽ സ്കിൽസ് കൊടുക്കുന്നില്ല. അത് ഓരോ കുട്ടി ഇപ്പൊ ഇത് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ആയിട്ട് കുറച്ച് നാളായി, പക്ഷെ ആ ന്യൂക്ലിയർ ഒന്നും കൂടി ചെറുതാവുകയാണ്. അതായത് അവരുടെ ഫാമിലിയിലേക്ക് മാത്രം ഒതുങ്ങി, അല്ലെങ്കിൽ ഒരു കുട്ടിയിലേക്ക് മാത്രം അവരുടെ ഒരു ഇതിൽ ഞങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്, കുട്ടിക്ക് എല്ലാം കൊടുക്കുന്നു. പക്ഷെ ഈ പറയുന്ന സ്കില്ലുകളൊന്നും കുട്ടികൾക്കില്ല. ഒരാളെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇവന്റിൽ പോയിട്ട് അവർക്ക് നിൽക്കാനോ ഇങ്ങനൊരു സോഷ്യൽ സ്കില്ല് അവർക്ക് കൊടുക്കുന്നില്ല. പകരം അവരൊരു ഫോൺ കൊടുത്ത് ആദ്യം തന്നെ അവരെ ആ ഒരു ഇതിലോട്ടാക്കി, എന്നിട്ട് പിന്നീട് ആരെങ്കിലൊക്കെ അവയർനെസ് ചെയ്യുമ്പോൾ തന്നെ ഒരു പാരന്റിങ് രീതിയൊക്കെ മാറ്റി അത് അവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു സോഷ്യൽ സ്കിൽസ് എങ്ങനെ ആയിരിക്കാം നമുക്ക് സ്കൂളിൽ വിട്ടാൽ പോലും പാരന്റ്സ് വന്നിട്ട് ഇന്റർഫിയർ ചെയ്യും. ഒരു കുട്ടി ഇപ്പൊ പിള്ളേരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൊക്കെ പിടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ അപ്പൊ തന്നെ അവിടെ ഒരു സെൽഫിഷ് മൈൻഡാണ്, അല്ലെങ്കിൽ സെൽഫ്ലെസ് ആയിട്ട് അത് സാരില്ല, അത് സ്കൂളല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയാനുള്ള ഒരു മെന്റാലിറ്റി പാരന്റ്സിൽ ഉണ്ടാവുന്നില്ല. അപ്പൊ എന്താണ് ഇതിനൊക്കെ സൊല്യൂഷൻ? എന്താണ് പിള്ളേർക്കൊരു ഓൾട്ടർനേറ്റീവ് വേണ്ടേ? വേണം. ഇപ്പൊ നമ്മളൊരു വെസ്റ്റ് കൊച്ചി, പശ്ചിമ കൊച്ചി എടുത്ത് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുമുണ്ട്, എഡ്യൂക്കേഷൻ കുറഞ്ഞവരുമുണ്ട്. 2 കാറ്റഗറിയിലുള്ള പാരന്റ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതില് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും മൊബൈൽ കൊടുക്കുന്നു, അല്ലാത്തവരും കൊടുക്കുന്നു. അപ്പോ എന്താ ഡിഫറൻസ്? എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷനായി മാറുകയും അതേസമയം എഡ്യൂക്കേഷൻ അല്ലാത്തവർക്ക് ഞങ്ങൾക്ക് എന്തായാലും ഒന്നും അറിയില്ല, ഇവരെന്താ ചെയ്യാനോ ഒന്നും അറിയില്ല എന്നൊരു അതിലും ആവശ്യം ഈ പറഞ്ഞ മാതിരി പാരന്റിംഗിൽ ആവശ്യം വരുന്ന സോഷ്യൽ സ്കിൽസ് എന്തൊക്കെയാണ്? ഇപ്പൊ ഞങ്ങൾ പുറത്തുപോയി കളിച്ചിരുന്നു, നിങ്ങൾ കളിക്കുന്നില്ല, അതിനുള്ള അറ്റ്മോസ്ഫിയർ ഇല്ല.
ഇപ്പോ ചെറുതിലെ തന്നെ ജനിക്കുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ മൊബൈൽ കൊടുക്കുന്ന കുട്ടിക്ക് അതെനിക്ക് ആവശ്യമുള്ള വസ്തുവാണെന്ന് അതിന്റെ മെമ്മറി ഫീഡ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നീ പോയി കളിക്കടാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ ഈ ജനിച്ച ആ കുറച്ച് സമയം അത് പാരന്റിനെ തന്നെ. ഇപ്പൊ ഞങ്ങള് കൊച്ചിൻ അക്കാഡമിയിൽ ഞങ്ങൾ ഒരുപാട് കോഴ്സുകൾ സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാല് അവര് അവെയർ ആകണം ഈ ഒരു ടെക്നോളജിക്കൽ യുഗത്തിലേക്ക് ഞങ്ങൾ എങ്ങനെ കടന്നു ചെല്ലാം. കമ്പ്യൂട്ടർ അവയർനെസ് കിട്ടിയാൽ പലരും അങ്ങനെ പഠിക്കാൻ വരുന്നത് എന്റെ കുട്ടികൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യാന്നൊക്കെ. അപ്പൊ ഇങ്ങനെ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവരറിയാതെ അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കാറുണ്ട്. അത് പാരന്റിങ് നിങ്ങളുടെ യെസ്. അല്ലാതെ നേരെ വന്നിട്ട് നിങ്ങൾ പാരന്റിങ് ക്ലാസ് ഉണ്ട്. ഈവൻ പാരന്റിങ് ക്ലാസ് സ്കൂളിൽ വിളിച്ചാൽ പോലും പോവാത്ത പാരന്റ്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആ പ്രിൻസിപ്പൾ പറയും, നമ്മൾ ഉദ്ദേശിച്ച 3-4 പാരന്റ്സ് വന്നില്ല കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ ഓക്കെയാണ്, അവര് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ വരുന്നുള്ളൂ. ഇത് മാറണം. അത് മാറണമെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് തോന്നും, എന്താണ് ഞാൻ കൊടുക്കേണ്ടത്, സോഷ്യൽ സ്കിൽസ്, ഞാനിത് എവിടെ തപ്പിപ്പോവാനാ സോഷ്യൽ സ്കിൽസ്, ഇത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എഡ്യൂക്കേറ്റഡ് ആവണം. എന്നിട്ട് എന്തൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റും, എന്റെ കുട്ടിയെ ചെറുതിലെ മുതൽ ഏത് രൂപത്തിൽ എന്റെ കയ്യിലുള്ള, ചിലപ്പോൾ ക്യാഷ് കുറവായിരിക്കും, അപ്പൊ എന്റെ കയ്യിലുള്ള സംഗതികൾ വെച്ച് കുട്ടികളെ എങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറ്റാം. ഇനി മൊബൈൽ യൂസ് ഉണ്ടെങ്കിൽ എത്ര സമയത്തേക്ക് യൂസ് ചെയ്യണം, ഏതൊക്കെയാണ് കുട്ടികളെ കാണേണ്ടത്. ഇന്നും പാരന്റ്സിന് അറിയില്ല ഞാൻ ഏതാ കാണിക്കേണ്ടത് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് അതിലുണ്ട്. ഇപ്പൊ നമ്മള് റീൽസിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുട്ടികളെ കാണിക്കേണ്ട വീഡിയോസ്, അവരെ കാണിക്കേണ്ട ആനിമേഷൻസ്. ഇത് ഇവരുടെ ബ്രെയിനിൽ നന്നായിട്ട് ഫീഡ് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കും കൃത്യമായിട്ട് അളവിൽ കിട്ടും. ആ വ്യത്യാസം വരും. അപ്പോഴും കുട്ടികൾ നിഷ്കളങ്കരാണ്. ഈ ഹർഷ പറഞ്ഞ പോലെ ജെൻസിയെ കുറ്റം പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം അവര് ജനിക്കുമ്പോൾ നമ്മളും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ പാരന്റ്സ് എന്താണോ കാണിച്ചത് അതിലാണ് നമ്മൾ ഫോർവേഡ് ചെയ്യുക അല്ലെ. അതേപോലെ തന്നെ അവരും ചെയ്യുന്നു. അതല്ലാതെ മൊബൈൽ ഫോണിന്റെ കുറ്റമോ ഈ ഡിജിറ്റൽ യുഗത്തിന്റെ കുറ്റമോ അല്ല, എങ്ങനെയാണ് അവർ വളർത്തിക്കൊണ്ടുവരുന്നത്, അതിൽ എത്രത്തോളം പാരന്റ്, അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. ഈ പാരന്റ് ചെയ്യുന്ന പോലെ തന്നെ അല്ല അടുത്ത പാരന്റ്. ഓരോ ഫാമിലി യൂണിക്കാണ്. ആ ഫാമിലിയിൽ അവർക്ക് എത്രത്തോളം അവരുടെ കുട്ടികളിൽ അല്ലെ എങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും, അത് കൂടുതലാണ്. എല്ലാവർക്കും ഫുൾ A+ മതി. ആ കുട്ടിയുടെ മൈൻഡ് എങ്ങനെയാണ്, എന്റെ കുട്ടിയുടെ കപ്പാസിറ്റി എന്താണ്, അത് ശരിക്കും നമ്മൾ അറിയണം. അതെ അതെ അതെ. അപ്പൊ അവര് നോക്കുമ്പം കൊച്ചിയുടെ ഒരു കൾച്ചർ, രാവിലെ ട്യൂഷന് പോവുക, സ്കൂളിൽ പോവുക, വൈകുന്നേരം ട്യൂഷന് പോവുക, എനിക്ക് എന്റർടൈൻമെന്റ് ഒന്നുമില്ല. ഇപ്പൊ പല ട്യൂഷൻ സെന്റേഴ്സ് ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് സ്പോർട്സും അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യം. അപ്പൊ ഇവര് പിന്നെ ചോദിക്കും ഞങ്ങൾക്ക് കുറച്ചു നേരം വെറുതെ ഇരിക്കണ്ടേ. ഈ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ മൊബൈൽ ഫോൺ കാണുക എന്നുള്ളതാ. അത് വെറുതെ ഇരിക്കൽ എന്നാണ്. പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ ഇവരുടെ തലയിൽ ഇങ്ങനെ അല്ലെ, ഭയങ്കരമായിട്ട് ഇവർ ഡിപ്രസ്ഡാ. സ്റ്റാറ്റസ് നോക്കുക, ആ സ്റ്റാറ്റസിൽ എന്നെ വിളിച്ചില്ല കൂട്ടുകാരുടെ ബർത്ത്ഡേക്ക്, ഇവരൊക്കെ ഉണ്ടായി, ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. യെസ് യെസ്. അപ്പൊ നമ്മൾ ചിലപ്പോ നേരിട്ട് അച്ഛനും അമ്മയൊക്കെ കുട്ടികളോട് നീ അങ്ങനെയല്ല, നിന്റെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമായിരിക്കും. എന്നെ അങ്ങനെ അങ്ങോട്ട് ബോഡി ഷെയ്മിങ് നടത്തി, എന്റെ കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇവർ ഈ സംഗതിയായിട്ട് തന്നെയാ പോകുന്നത്. ഇത് പുറത്തേക്ക് ഇവർക്ക് പറയാൻ പറ്റില്ല. ഇവർക്ക് പിന്നെയും ഇവർ സ്ക്രോൾ ചെയ്ത് ഇവരാകെ ഡിപ്രസ്ഡ് ആയി പോകുന്നു. അത് തുറന്ന് പറയാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പാരന്റ്സോ ഫ്രണ്ട്സോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ വീണ്ടും അവർ ഈ ഒരു മൊബൈലിന്റെ ഇതിലേക്ക് തന്നെ പ്ലഷർ സീക്കിങ് അതിന് വേണ്ടിയിട്ട് കൂടുതലാവുന്നു. പറഞ്ഞൊരു വേർഡ് പ്ലഷർ സീക്കിങ്, അതൊരു പോയിന്റാണ്. പിന്നെ എന്റെ ഒപ്പം തന്നെ ഒരു ഈഗോ മൈൻഡ് നമ്മുടെ പിള്ളേരുടെ ഉള്ളിൽ വളർത്തി അല്ല പാരന്റ്സിന്റെ പങ്ക് എത്രത്തോളം ഇടുന്നുണ്ട്. ഇപ്പൊ പാരന്റ് ആയിരിക്കാം, ഇപ്പൊ ഒരു കുട്ടിയുടെ ഒരു പരാതി പറഞ്ഞാല് അവരാണ് അത് കൂടുതൽ കൺസേൺ ആയിട്ട് ഒക്കെ കൊണ്ടുവരുന്നത്. കുട്ടി ചിലപ്പോൾ ഒരു കുറച്ച് 10 മിനിറ്റ് മറന്നു, പക്ഷെ പാരന്റ് മറക്കൂല. അതിനൊരു എന്താ തോന്നിയിട്ടുള്ളത് അങ്ങനെയൊക്കെ വരുമ്പോ നമ്മുടെയൊക്കെ ലൈഫിൽ തന്നെ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതില് പാരന്റിന്റെ പങ്ക് എന്തായിട്ടാ തോന്നിയിട്ടുള്ളത്? കൊറേയൊക്കെ അത് കെയറിങ് ആണ്. അത് അവരുടെ ഒരു കുട്ടിയല്ലേ, സ്വാഭാവികമായിട്ട് അങ്ങനെ പറ്റുമ്പോ അവരൊപ്പം നിൽക്കും. കൺസേൺ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറുന്നത്. പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചുമ്പോൾ അവർക്ക് മാനസികമായിട്ടും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഒരു ഭ്രാന്തിന്റെ പുറത്തായിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനൊരു മെന്റാലിറ്റി വരുന്നില്ല. അതായത് സി ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പോട്ടേന്ന് വെക്കാം, അല്ലെങ്കിൽ സാരമില്ലടാ. ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു കുറച്ച് നാൾ മുമ്പുള്ള പാരന്റ്സ് ഒക്കെ അത് പോട്ടെ സാരമില്ല അങ്ങനെയൊക്കെ പറയുന്ന പാരന്റ്സ് ഉണ്ടായിരുന്നു ഒരു ചെറിയ കുറച്ച് കാലഘട്ടത്തില്. അത് കഴിഞ്ഞപ്പോ മാറി. ഇപ്പൊ കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഈ
പ്ലഷർ സീക്കിംഗ് എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ പ്ലഷർ അവസാനം ഒരു ഡിപ്രഷൻ ഇതിലൊക്കെ പോകുന്ന ഒരു സംഭവമാണ്. പക്ഷെ പാരന്റ്സ് ആണ് അത് കൂടുതൽ പ്രശ്നങ്ങളാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ മാത്രം അഭിപ്രായമാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഒരു കൊച്ചു മറന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴും അത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, നിന്നോട് ചെയ്തതല്ലേ, അത് വേറൊരു അവസരത്തിൽ ഇതേ ഒരു ഫ്രണ്ട് നീ ഒരുപാട് നിന്റെ ഇങ്ങനെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് തോന്നിയിട്ടുണ്ട് അങ്ങനെ പാരന്റ്സ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇപ്പൊ ഒരു ഇതില് വഴക്കിട്ടൊരു ഫ്രണ്ട്, നിങ്ങളത് മറന്നു, വീണ്ടും ഫ്രണ്ട്സായിട്ട് നടക്കും. കാരണം പാരന്റിന് കൺസേൺ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടു, പാരന്റ് തിരിച്ചു വരുമ്പോ അതും പറഞ്ഞിരിക്കും അന്ന് ബഹളം. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നല്ലതിന് വേണ്ടിയായിരിക്കും അവർ എന്നും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉന്നമനമാണ്. ഈ പറഞ്ഞ ഫുൾ A+ വരെ തന്നെ അറ്റ് ദ ബെസ്റ്റ് എവിടെയും ഏറ്റവും നല്ല രീതിയിൽ എത്താൻ പറ്റുമെന്നാണ് ഓരോ പാരന്റ്സും ആഗ്രഹിക്കുന്നത്, അച്ഛനമ്മമാര്. അതിനാണല്ലോ ഏറ്റവും നല്ല വിദ്യാലയങ്ങളിലേക്ക് ഓരോരുത്തരെ വിടുന്നത്. അപ്പോ അവരതുകൊണ്ട് കൺസേൺ ആണ്. നല്ല ഫ്രണ്ട്സ് വേണം, നല്ലൊരു സറൗണ്ടിങ് വേണം, അതൊക്കെ അവർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പുറത്തായിരിക്കും അങ്ങനെ പറയുന്നതാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ബെസ്റ്റ് എന്ന് പറയുന്നത് യാസീൻ പറയുന്നത്. അതായത് പാരന്റിന്റെ ഒരു വ്യൂവിലാണ് യാസീൻ പറയുന്നത്. പിള്ളേർക്ക് അത് അറ്റ് ബെസ്റ്റ് ആണ്. കാര്യം പറഞ്ഞാൽ അക്കാഡമിക് വൈസ് നോക്കുമ്പോൾ അറ്റ് ബെസ്റ്റ് ആയിരിക്കാം. പക്ഷെ റിയാലിറ്റിയിലോട്ട് വന്നു കഴിയുമ്പോൾ സോഷ്യൽ ലൈഫിലോട്ട് നമ്മളെല്ലാവരും ഒരു സോഷ്യൽ ബീങ് ആണല്ലോ. അപ്പൊ അങ്ങനെ സോഷ്യൽ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ വിഷയങ്ങളിലും A+ വന്ന പിള്ളേർക്ക് ലൈഫില് ആ ഒരു ഫസ്റ്റ് ആകാനായിട്ട് സാധിച്ചെന്ന് വരത്തില്ല. അപ്പോഴേക്കും അവർക്ക് ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, ആത്മഹത്യ, പിന്നെ ഡ്രഗ്സ്, അതിലോട്ട് മെയിൻ ആയിട്ട് അങ്ങനെ പോകാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാണ്. പക്ഷെ പേരൻസ് ഈ അക്കാഡമിക് കാര്യങ്ങളിൽ ഒരു A+ വേണമെന്ന് വാശി പിടിക്കുന്നതോടൊപ്പം തന്നെ സോഷ്യൽ ലൈഫിലും ബാക്കിയുള്ളവരോട് എങ്ങനെ പെരുമാറണം, അവരിപ്പോ ചില കാര്യങ്ങളൊക്കെ സാരമില്ല പോട്ടെ വിട്ടുകൊടുക്കാനായിട്ടുള്ള ആ ഒരു മനസ്സും കൂടെ വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ പിള്ളേർക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ പേരൻസിന്റെ കൺസേൺ ആണ് അവർക്ക് ബെസ്റ്റ് വേണം എന്നുള്ളത്. പക്ഷെ അവരങ്ങനെ ചില സമയത്ത് ചില പേരൻസ് ഭയങ്കര സ്വാർത്ഥരായിട്ടും പെരുമാറും. ആക്ച്വലി പറഞ്ഞ പോലെ പിള്ളേരിൽ മാത്രമല്ല ഈ പറഞ്ഞ സ്റ്റാറ്റസ് ഇടാനായിട്ട്. അതെ, ഇപ്പൊ അതെ പാരന്റ്സ് ആണ് അഡിക്റ്റഡ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഈ ഫുൾ A+ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഫുൾ A+ എന്ന് പറയുന്ന ഈ സംഗതി, അത് അവരുടെ ഈ ഒരു സോഷ്യൽ സ്കിൽസ് എന്താണ്, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള ചിന്തിക്കണമെന്നല്ല അവര് ചെയ്യുന്നത്. പിന്നെ കൊച്ചിലെ തന്നെ ഇവർക്ക് സ്ട്രെസ് ഇട്ട് കൊടുക്കുകയാണ്. പഠിക്കുക, എന്നെ പോലെ നീ ആവരുത്, എനിക്ക് പറ്റിയില്ല, നീ ചെയ്യണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ എന്ന് പറയുന്ന ആളുടെ റിഫ്ലക്ഷൻ ആണ് ഈ കുട്ടികള്. എന്റെ കുട്ടികളാണ്, പുറത്തുള്ള ആരുടെയും കുട്ടികളെല്ലാം ഞാൻ വളർത്തുന്നത്. അപ്പോ അത് ആദ്യം പാരന്റ് കൺസേൺ ആവുക. യെസ്, അതെ, എന്റെ ഹസ്ബൻഡിന്റെയും അവരുടെ ഫാമിലി, എന്റെ ഫാമിലി, ഇതിലുള്ള ഏതൊക്കെയോ ട്രേറ്റ്സ് കുട്ടികളിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ കുട്ടിക്ക് ഞാൻ ഇത്രയും വരെ പഠിച്ചിട്ടുണ്ട്, എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഇത്രയും വരെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചു ആവാം. അപ്പൊ എന്റെ കുട്ടി ഇത്രയും ടോപ്പിലാകണം, അങ്ങനെ നമുക്ക് ആഗ്രഹിക്കണേനൊന്നും തെറ്റല്ല, പാരന്റ്സിനൊന്നും അങ്ങനെ ആഗ്രഹം. പക്ഷെ എന്റെ കുട്ടിയുടെ കപ്പാസിറ്റി എന്താ, അവർ ഏത് രൂപത്തിലേക്കാണ് മോളെ കൊണ്ടെത്തിക്കുക, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ സംഗതികളൊക്കെ നമ്മൾ അറിഞ്ഞ് അവർക്ക് കൊടുത്താൽ ചിലപ്പോൾ ദ ബെസ്റ്റ് അത് A+ ആയിരിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും രീതിയിൽ പോയിന്റിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. കാരണം ഈ പറഞ്ഞല്ലോ യാസിൻ അടക്കം പറഞ്ഞ അറ്റ് ദ ബെസ്റ്റ്, കുട്ടികൾക്ക് റിയൽ ലൈഫിൽ അറ്റ് ദ ബെസ്റ്റ് അച്ചീവ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ മൊബൈൽ ലോകത്ത് അവരുടെ ഗെയിംസിൽ അവര് കളിയില് ജയിക്കണം എന്നും പറഞ്ഞാണ് ഈ കളികളെല്ലാം കളിക്കുന്നത്. അതാണ് ഇപ്പൊ നെഗറ്റീവ് എക്സ്പ്രഷൻസിലേക്ക് വന്നത്. ഇപ്പൊ ഈ അറ്റ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന കുട്ടികളുടെ ഉള്ളില് റീൽസ് ആക്കിയും ഷോർട്സ് ആക്കിയൊക്കെ ഇൻസ്റ്റയിൽ ഇപ്പൊ നമ്മൾ കണ്ടാണല്ലേ, ഡമ്പൽ വെച്ചതും കോമ്പസ് ഇതൊക്കെ. അത് വീഡിയോ എടുത്ത് അതൊരു തെറ്റാണ്. അല്ലെങ്കിൽ മുന്നേയും ഇതുപോലെ തന്നെ റാഗിങ്ങും മറ്റൊക്കെ ഉണ്ടായി. ഇതൊന്നും ആരോടും പുറത്ത് പറയില്ല, കണ്ടുപിടിച്ച് കഴിയുമ്പോഴാണ് അതല്ല കാണണം, ഇവനെ അടിക്കണം, ഞങ്ങൾ കാണണം, അവര് കാണണം. കുട്ടികളുടെ ഈ ഒരു എക്സ്പ്രഷനിസം മനോഭാവം നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് കറങ്ങിക്കൊണ്ട് നടക്കുന്നത്. ജാസിന്റെ അഭിപ്രായം എന്താണ് അതിലെ? മറ്റേ ഈ പ്രധാന ഇഷ്യൂ അതായത് ഈ വയലൻസ് കുട്ടികളില് ഈ റീൽസ് വഴി ഷോർട്സ് വഴിയൊക്കെ അവരുടെ ഹീറോയിസം ആണ് വളർത്തുന്നത്. ഈ കൺസേൺ പാരന്റ്സിന്റെ കൺസേൺ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിലും പിള്ളേരെ അനുസരിച്ച് ഞങ്ങൾ ജയിച്ചു നിൽക്കുക, പാരന്റ്സിന് വേണ്ടി ഞങ്ങൾ ജയിക്കാനല്ലേ, ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെയൊക്കെ നമ്മൾ ഈ ഫോണിലും അതിലും ഇടപെടാണ്ട് മനുഷ്യത്വപരമായിട്ട് സോഷ്യലിലേക്ക് പൊതുവിടങ്ങളിലേക്ക് ഇറങ്ങി
ആളുകളുമായിട്ട് ഇടപെട്ടാലേ നമുക്ക് എങ്ങനെ ഒരു മനുഷ്യനിലേക്ക് പെരുമാറണം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നൊരു വിഷയമാണ് ഈ പറഞ്ഞത്. അതിൽ മാരകമായ രീതിയിലാണ് ആ സഹപാഠി കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയാണ് ഈ കോമ്പസും കൊണ്ടും സ്കെയില് കൊണ്ടും ശരീരത്തിൽ മുറിവേക്കുന്നത്. അപ്പൊ അത്രയും ദാരുണമായിട്ട് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ എത്രത്തോളം അവരുടെ ഒരു ചിന്താഗതി അകപ്പതിച്ചിട്ടുണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ചിന്ത ഇന്നത്തെ കാലഘട്ടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇല്ല. ഇപ്പൊ സിദ്ധാർത്ഥിന്റെ ഒരു മരണം തന്നെ ഈ വയനാട് കോളേജിൽ, അതും വളരെ ദാരുണമാണ്. കൂട്ടം ചെയ്ത് റാഗ് ചെയ്ത് മാനസികമായി ശാരീരികമായി ഭയങ്കര അത് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ ഇടപെടലും അവിടുത്തെ കൂടെ പഠിച്ചവരുടെ ഇടപെടലും നടന്നത്. കാലഘട്ടം വരെ അതൊരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഫോണിലൂടെയുള്ള വയലൻസും ഫോണിലൂടെ കണ്ട് ഇതുപോലെ തന്നെ ആവണം, ഇതുപോലെ തന്നെ ആവണം, ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്. യാസിന് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണല്ലോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമേ തന്നെ എല്ലാ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളും കൈകോർത്തുകൊണ്ട് വലിയൊരു സദസ്സ് അവര് തന്നെ കൈകോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പകുതിയോളം നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസം. ഇപ്പൊ മാധ്യമങ്ങളിലൂടെയും പല മാധ്യമങ്ങളിലൂടെയും ലഹരിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ ദിവസം ശ്രീ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വിഷയമുണ്ട്. നമ്മളൊരു ഹേറ്റഡ് സമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് സ്പ്രെഡ് ആവും, പെട്ടെന്ന് എത്തും. പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അത് എവിടെയും എത്താത്തൊരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ആർക്കും കാണണ്ട, നെഗറ്റീവ് മതി ആളുകൾക്ക്. അത് തന്നെയാണ് നമ്മൾ ഈ സിനിമാസിലൂടെയും കാര്യങ്ങളിലൂടെയും ഈ പറഞ്ഞ ലഹരിയെയും ഈ പറഞ്ഞ MDMA പറഞ്ഞുള്ള വിഷയങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ആ ഒരു ഫ്ലോയിലൂടെ ഈ കാലഘട്ടങ്ങളിലെ വിദ്യാർത്ഥികളും ഈ യുവാക്കളും ആ ഒരു സമൂഹവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വലിയ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണത്. അപ്പോ ഇന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തില് ഇപ്പൊ നിങ്ങൾ ഒരുപാട് മാറി, പഴയ രാഷ്ട്രീയം പോലെ കത്തിക്കുത്ത് അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ആശയപരമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്നോളജി പരമായിട്ടൊക്കെ നിങ്ങൾക്ക് അവന്യൂസ് ഒരുപാടുണ്ട്. പക്ഷെ എന്നിട്ടും എന്താണ് അതിലൊരു മാറ്റം വരാത്തത്? ഈ ഒരു വയലൻസിൽ ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന സഹപാഠി എനിക്ക് ഉപദ്രവിക്കില്ല, റാഗ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ അതെനിക്ക് വീഡിയോ എടുത്ത് അതിന് ഞാൻ ഈ പറഞ്ഞ ലഹരിയുടെ പ്രോത്സാഹനം തന്നെ വലിയൊരു പങ്ക് തന്നെയുണ്ട്. ലഹരി ഈ പറഞ്ഞ ഈ സിദ്ധാർത്ഥിന മറ്റേ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിൽ ആ വിദ്യാർത്ഥിയെ മാരകമായ രീതിയിൽ കുത്തിയ വിഷയത്തിൽ തന്നെ കള്ളും കഞ്ചാവും വരെയും പിടിക്കപ്പെട്ട ഒരു സാഹചര്യം പറയുണ്ടായിരുന്നു ആ ഹോസ്റ്റലിൽ. അപ്പോ ലഹരിയുടെ വലിയൊരു പങ്ക് തന്നെയുണ്ട്. അവര് ബോധമില്ലാതെ ആകെ ലക്കുകെട്ടിട്ടാണ് ഇങ്ങനെ ഒരു വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത്. അപ്പോ ആ ലഹരിയെ തന്നെ നമുക്ക് വലിയ രീതിയിൽ മാറ്റാൻ സാധിച്ചാൽ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും നമ്മളെ വിദ്യാർത്ഥികൾ. പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലേ ലഹരി ഒരു കൺസേൺ. ഈ ലഹരി കൂടുതൽ ഇപ്പൊ സ്പ്രെഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏജൻസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിലാണ്. പക്ഷെ നിങ്ങളെല്ലാം ഇൻസ്റ്റാ ലവേഴ്സ് ആണ്. എന്തുകൊണ്ട് ഇൻസ്റ്റാ നിങ്ങൾക്ക് ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് മാറ്റണം, നമ്മുടെ ലൈഫിൽ വേണ്ട എന്നുള്ളൊരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? മെയിൻ ആയിട്ട് നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ മൂവീസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ലൈക്ക് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ വില്ലൻ ആണെങ്കിൽ പോലും ലൈക്ക് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ വിജയിച്ച് നിൽക്കുവാണ്. അതിനകത്ത് അവർ യൂസ് ചെയ്യുന്നത് വയലൻസും ഡ്രഗ്സും ഒക്കെയാണ്. അപ്പൊ അവര് ലൈക്ക് കുട്ടികൾ നോക്കുമ്പം വയലൻസും ഡ്രഗ്സും ഒക്കെ യൂസ് ചെയ്യുന്ന അപ്പോഴേക്കും ഞാനും ഒരു ഹീറോ അവരെ പോലെ സിനിമാ നടന്മാരെ പോലെ ആകുന്നു എന്ന ആ ഒരു ചിന്ത. അപ്പോഴേക്കും എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്നവരുണ്ട് ഇൻസ്റ്റയിൽ അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അറിയുന്നവരുണ്ട്. അങ്ങനെയുള്ളവര് ലൈക്ക് കോൺഷ്യസ്ലി അവരത് മാറ്റി കളയുന്നുണ്ട്. പക്ഷെ ചില കുട്ടികളിൽ സബ് കോൺഷ്യസ്ലി അവര് അതിനായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും എന്നാ എനിക്ക് കുറച്ച് ഫെയിം കിട്ടും, ഞാനും അവരെ പോലെ ഹീറോ ആകും, അങ്ങനെ ആവാനായിട്ടുള്ള ഒരു പരിശ്രമം കൂടെ ആയിട്ട് നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഹീറോയിസം ഫീൽ പറയുന്നുണ്ട് നമ്മൾ എല്ലാ കാലത്തും. ഞാനെടുക്കുള്ളത് നീ ജയിക്കും നമ്മൾ എന്താണ് കുട്ടികൾ തോക്കാൻ പഠിപ്പിക്കാത്തത്? അവിടെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ. പണ്ടൊക്കെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 3-4 വർഷം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു പാരന്റ്സിനെയൊക്കെ. ഇന്ന് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അവർക്ക് തോൽവി എന്താണെന്ന് അറിയില്ല.
എന്താ കിട്ടാത്തതെന്ന് അറിയില്ല. അപ്പൊ എനിക്ക് കിട്ടാത്തത് മുഴുവൻ എന്റെ കുട്ടികൾക്ക് കിട്ടണം, ഇതാണ് പാരന്റ്സിന്റെ കൺസേൺ. എന്നിട്ട് അവരൊരു എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ടീനേജ് ഒക്കെ ആയിട്ട് ഇവർ ഓവറായിട്ട് ചോദിക്കാൻ തുടങ്ങും, പറയും ഞാനൊന്നും ഇങ്ങനെയല്ല ജീവിച്ചിരുന്നത്, ഞാനൊക്കെ പിന്നെ വളരെ കഷ്ടപ്പെട്ട് അങ്ങനെ നടന്ന് ഇങ്ങനെ. അപ്പൊ തന്തവൈബും തള്ളവൈബും ഒക്കെ ആവും. അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാല് ഇവർ എന്താണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് അല്ലെ? മെമ്മറി എന്ന് പറയുന്നത് 2 years അതിന്റെ, അതുകൊണ്ടാണ് 2 years വരെ നിങ്ങൾ ഒരു ഗാഡ്ജറ്റ്സും കൊടുക്കല്ലേ, കൃത്യമായിട്ട് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കട്ടെ. കാരണം അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സും ഒക്കെയുള്ള ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കുട്ടികൾക്ക് പിന്നെ നമുക്ക് തന്നെ ഇപ്പൊ ഇൻഫർമേഷൻ ഗാദറിങ് ഹെവി ആയിട്ട് കൂടുതൽ വന്നിട്ടുണ്ട്. അതാണ് ഈ ബ്രെയിൻ റോട്ട് സംഭവങ്ങളൊക്കെ, പുതിയ വേർഡ്സ് ഒക്കെ വരുന്നത്. അതെ, അല്ല അതുപോലെ ഇനി മറന്നു പോകുന്ന ഒരു സമയത്തേക്കാണ് നമ്മൾ പോകുന്നത്. ബ്രെയിൻ സ്റ്റഡിയിലൊക്കെ ഒരുപാട് സ്റ്റഡീസ് പറയാൻ പോയ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഇപ്പൊ സോഷ്യൽ ഡയലേമ എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സിലൊരു ഫിലിം ഉണ്ട്. കൊച്ചു തോറ്റു, അത് അക്സെപ്റ്റ് ചെയ്യാത്ത കറണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ 2G 3G എന്നൊക്കെ നമുക്ക് ഇപ്പൊ എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു 5Gയുടെ മെന്റാലിറ്റി വെച്ചിട്ട് അവര് റെഡി ആയിരിക്കും, സംഭവിച്ചു പോയി, ഇപ്പൊ എന്ത് ചെയ്യാം. പക്ഷെ പാരന്റ് എന്തുകൊണ്ടാണ് അത് ഉൾക്കൊള്ളാത്തത്? പാരന്റിന് എപ്പോഴും കൺസേൺ എന്റെ കുട്ടി എല്ലാവരിലും ടോപ്പ്, എല്ലാവരിലും ഒരു പടി മറികടന്ന് നിൽക്കുന്ന ആള്. ആ ഒരു കൺസേൺ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു പാരന്റ് എന്നുള്ള നിലക്ക് നിങ്ങൾക്കും അറിയാം. നമ്മള് സമൂഹത്തിനൊത്ത് പോവാണ്. ഇപ്പൊ റീൽസിൽ ഒരു കുഞ്ഞു കുട്ടി കാണിക്കുന്നുണ്ട എന്റെ കുട്ടിയും അതുപോലെ ഒന്ന് ചെയ്. അപ്പൊ നമ്മളവിടെ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് പറ്റൂല, എനിക്ക് ഇല്ല, നിന്നെ കൊണ്ട് പറ്റും, ചെയ്. നമ്മളവിടെ ഇത് കണ്ടില്ല കുട്ടി. അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിൽ എന്റെ അമ്മയ്ക്ക് എന്റെ അച്ഛന് എന്നെക്കാളും ഇഷ്ടം ദാ കാണുന്ന കുട്ടിയാണ്, അതുപോലെ ആയാൽ എന്നെയും ഇഷ്ടപ്പെടും. അപ്പൊ ഏത് രൂപത്തിലാണ് അത്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊന്നും കുട്ടിക്ക് അറിയില്ല. എന്നെ ഇഷ്ടപ്പെടാൻ എന്റെ പാരന്റ്സിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിലേക്ക് വരും. തെറ്റായ സന്ദേശം എപ്പോഴും നമ്മൾ പാരന്റ്സ് റോങ് മെസ്സേജ് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മള് പിള്ളേരോട് പറയും ഫോൺ കാണരുത്, നോക്കരുത്, സ്ക്രീൻ ടൈം കുറയ്ക്കണം. നമ്മളെ ഇതുവരെ തന്നെയാണ്. പല പാരന്റ്സിനോടും ഞാൻ ചോദിച്ചു, കുട്ടി എപ്പോഴാ ഉറങ്ങണേ? എത്ര പറഞ്ഞാലും ഉറങ്ങൂല ടീച്ചറെ, ഒരു 12 മണി 1 മണി വരെയൊക്കെ ഇങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര മണിക്കാ ഉറങ്ങുന്നേ? അത് ഞാൻ 1 മണിയൊക്കെ ആവും. അപ്പൊ പിന്നെ കുട്ടി കൗൺസിലിംഗ് വന്ന കുട്ടി എന്നോട് പറയുന്നതാണ്, എന്നെ മാത്രമേ കുറ്റം പറയുള്ളൂ, ഇത് കണ്ടില്ലേ എത്ര മണിക്കൂറാണെന്നറിയോ അച്ഛൻ യൂസ് ചെയ്തിട്ട് കിടക്കുന്നത്. അവസാനം കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ പുള്ളി പറയാണ്, ഞാൻ വിചാരിച്ചു കുട്ടിയോട് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, കുട്ടി എന്നോടാണല്ലോ ഫുള്ള് പറയുന്നത്. കാരണം വേറെ ആരുമില്ല. നമ്മൾ മുമ്പിൽ കാണുന്നത് ആരെയാണ്, നമ്മുടെ വീട്ടിലുള്ളത് ആരൊക്കെയാണ്, അവരുടെ തന്നെ വരുള്ളൂ. അത് തന്നെ. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് റീൽസ് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ വീഡിയോസ് കാണുന്നതാണ് നമ്മുടെ മനസ്സിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ എന്താണ് കാണേണ്ടത് എന്നുള്ളത് പാരന്റ്സോ അല്ലെങ്കിൽ ഗാർഡിയൻ ആരാണ് ആ കുട്ടിയെ നോക്കുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് പ്രോപ്പറായിട്ട് തന്നെ പോകും. പിന്നെ റെയർ കേസസ് വരാം, അത് നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോയി ചിലപ്പം കോളേജിലൊക്കെ പോയി മറ്റു കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ടിട്ടൊക്കെ കുറേയൊക്കെ ഇപ്പൊ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ, പക്ഷെ ബേസിക് ആയാലും അങ്ങനത്തെ കുട്ടി തിരിച്ചു വരും, അത് ഉറപ്പാണ്. അതാണ് നമ്മള് ഒരു കറക്റ്റ് ഫൗണ്ടേഷൻ കൊണ്ടുവരുന്ന കുട്ടി അവന്റെ ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയണം, ഇവർക്കൊരു ഡെയിലി റൂട്ടീൻ ഇല്ല. ഇറക്കാണെങ്കിൽ ഫോൺ എടുക്കുക, ഇങ്ങനെ ഇരിക്കുക, പിന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കുളിച്ചാ പോയി, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. നമ്മുടെ ഒക്കെ റൂട്ടീനനുസരിച്ച് രാവിലെ എണീക്കുക, നമ്മുടെ പ്രൈമറി നീഡ്സ് കഴിയുക, ഭക്ഷണം കഴിക്കുക, എന്നിട്ടാണ് നമ്മള് ഇതിലേക്കൊക്കെ വരുന്നത്. ഇവർക്ക് ഇപ്പൊ അങ്ങല്ല, നേരെ തിരിച്ചാണ്. അതാ നീഡ് തോന്നണം. എനിക്ക് ആ നീഡ് ഉണ്ട് എന്ന് തോന്നിയാലേ ചെയ്യുള്ളൂ. നമ്മളും കുറെയൊക്കെ അങ്ങനെ തന്നെയല്ലേ, വലിയ ആളുകളാണെങ്കിലും നീഡ് എന്ന് പറഞ്ഞ സാധനം അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല, അത് ഇൻബോൺ ഉള്ള സാധനമാണ്. അപ്പൊ ആ നീഡ് എന്റെ വീട്ടിലെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, അപ്പൊ ഞാനും അങ്ങനെ തന്നെ ആയിപ്പോവും. അങ്ങനെ ഒരു സിസ്റ്റം ഇനി എല്ലാം നമുക്ക് 100 പാരന്റ്സിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പാരന്റ്സ് ഒരിക്കലും യാസീൻ പറഞ്ഞ പോലെ എന്റെ കുട്ടി ചീത്തയാവണമെന്ന് ഒരിക്കലും വിചാരിക്കില്ല. അപ്പൊ അത് ഈ ഒരു ഡിജിറ്റൽ എറയിലേക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ളതാണ് പാരന്റ്സ് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു, ഞാനിപ്പോ കൊച്ചിൻ അക്കാഡമി കൂടുതലായിട്ട് കൺസേൺ ചെയ്യുന്നത് കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ. കാരണം കൊച്ചിയിൽ നമുക്കറിയാം ഹയർ എഡ്യൂക്കേഷൻ എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്, പലരും പുറത്തുനിന്ന് പഠിക്കാൻ വരുന്നുണ്ട്, എറണാകുളം ഭാഗത്തേക്കാണ് കൂടുതലായിട്ട്. പക്ഷെ ഈ ഒരു ഭാഗം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോകുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അവർ ആ ഒരു എഡ്യൂക്കേഷനിലേക്ക് ഒരു +2 കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്ന് പറഞ്ഞ് അവരെ ഫോഴ്സ് ചെയ്ത് അവർ പോവില്ല.
അവരുടെ ചെറുതിലേ അവർക്ക് സ്വപ്നങ്ങൾ കൊടുക്കുക. എന്താ ഞാൻ ചെയ്യേണ്ടത്, എന്റെ കരിയർ എങ്ങനെയാ ബിൽഡപ്പ് ചെയ്യേണ്ടത്, അതിനെന്ത് വേണം, പാരന്റ്സ് അവെയർ ആയിരിക്കണം. ആ പാരന്റ്സ് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ഒന്ന് കൂട്ടിയാലല്ലേ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് അറിയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ പല കോഴ്സുകളൊക്കെ കൊടുത്ത് ഇതിൽ കുട്ടികൾക്ക് ആ മുന്നോട്ട് പോകാൻ എന്തോ ഒരു തടസ്സമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ കൗൺസിലിംഗ് വരെ ഏർപ്പെടുത്തിയേക്കുന്നത്, ഫീസ് ഒന്നും വാങ്ങിക്കാതെ. കാരണം കുട്ടികൾ മൊബൈൽ അഡിക്ഷൻ ഉണ്ടാവാം. 12 വയസ്സുള്ള ഒരു കുട്ടി വന്നത് ആത്മഹത്യ അറ്റംപ്റ്റ് ചെയ്തിട്ട് ഫെയിലിയർ ആയിട്ട്, അതെന്തിനാ, മൊബൈൽ പിടിച്ചു വാങ്ങി. ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പിടിച്ചു വാങ്ങി. അപ്പൊ അവനോട് സംസാരിച്ചപ്പം അതെന്തുകൊണ്ട് എനിക്ക് കണ്ടോടാ, ഞാൻ ഇത്ര നേരമല്ലേ കാണുന്നുള്ളൂ, ഈ അമ്മ പറയുന്ന പോലെ ഒരുപാട് സമയം ഞാൻ കാണുന്നില്ല. കാരണം അവനിക്ക് ആ ടൈം അറിയില്ല, ഇത് ഞാൻ എത്ര സമയം കണ്ടു രാത്രി ഫുൾ. അതെ അതെ, ശരിക്കും അതാ. യെസ്, ആ ഒരു സ്ട്രാറ്റജി എന്തിനാണെന്ന് അവർക്ക് അറിയില്ല. ഇത് എന്തിനാ എനിക്ക് തന്ന സാധനം എന്റെ ഇത് എന്തിനാ പിടിച്ചു വാങ്ങുന്നത്, ഇതാണ് അവരുടെ മൈൻഡ് സെറ്റ് ആണല്ലോ. ചെറുതിലേ എനിക്ക് ഫുഡ് കഴിക്കാനും എന്നെ എല്ലായിടത്തും പോവാതെ അടങ്ങിയിരിക്കാനും തന്ന സാധനം എന്തിനു തിരിച്ചു വാങ്ങിക്കുന്നു. അവിടെ നോക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പാരന്റ്സ് തിരിച്ച് മറുപടി പറയാൻ തുടങ്ങുമ്പോൾ ഒരു പ്രതികാര ബുദ്ധിയോടെ ഇവരെ കാണുന്നത്. ഒരു ഹഗ്ഗിങ് ഇല്ല, കിസ്സിങ് ഇല്ല, അവരോട് ഒരു സ്നേഹമില്ല, സംസാരമില്ല. എങ്ങനെ വന്നാലും എത്ര വലുതാണെങ്കിലും കുട്ടികൾക്ക് പാരന്റ് തന്നെയാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ രണ്ടുപേരും പോസിറ്റീവായിട്ട് ക്വാളിറ്റി ടൈം നമുക്ക് കൊടുക്കാനായാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ക്വാളിറ്റി ടൈം ഇല്ല. അതായത് ഇപ്പൊ ഈ പറയുന്ന കുറച്ച് സമയം കിട്ടിയാലും യാസീനും ഹർഷലിനും റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം കിട്ടും നമ്മളിപ്പോ നമ്മുടെ പാരന്റ് അടുത്ത് ചിലപ്പോൾ അവരും ഇപ്പൊ ഭൂരിഭാഗം പേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഒന്നുമില്ലെങ്കിലും വർക്ക് ഫ്രം ഹോം, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ ഡാറ്റ എൻട്രി, എല്ലാവർക്കും ഏൺ മണി എന്ന സംഭവം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ ഇവർ പാരന്റ്സ് ഫോണിലായിരിക്കും, കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. കുട്ടികൾ എന്തെങ്കിലും പറയാൻ വേണ്ടി വരുമ്പോഴും നിങ്ങളെ കേൾക്കുന്നില്ല, ഒരു ഫോൺ ഫബ്ബിംഗ് ആണ് ശരിക്കും, കേൾക്കാൻ താല്പര്യമൊന്നുമില്ല, ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഉള്ളില് ഞങ്ങളും ഫോൺ എടുത്തോടെ ഇരിക്കാം, ഇതല്ലേ സംഭവിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പാരന്റ്സ് ഇപ്പൊ അച്ഛന് മോർണിംഗ് വരെയും വർക്ക് ഉണ്ടെങ്കിൽ മമ്മിക്ക് നൈറ്റ് വർക്ക് ഉണ്ടാവും. അപ്പൊ അവരുടെ ബിസി ലൈഫായിട്ട് മുന്നോട്ട് പോകണാണ്. അപ്പൊ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടി ഫാമിലി ടൈമായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ആ ഒരു ഇത് മുന്നോട്ട് പോകുള്ളൂ, ഫാമിലിയുള്ള ഇണങ്ങി മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സമയം വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഒരു പാരന്റ് അവന്റെ ഒരു മക്കളോട് ഈ രീതിയിൽ എന്താണ് നീ പഠിച്ചത്, എന്താണ് നിന്റെ ഇന്നത്തെ ഡേ എന്നൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ്, അന്വേഷിക്കാനുണ്ട്, കൂടെ ഉണ്ട് എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരു ബോണ്ടിങ് അവിടെ തന്നെയാണ്. ഈ ബോണ്ടിങ് ഇല്ലെങ്കിൽ തന്നെ വലിയൊരു വിഷയങ്ങളൊക്കെ വരാറുമുണ്ട്. നമ്മളാരും തിരിഞ്ഞു നോക്കാനില്ല, ആരുമില്ല, ഞാനായി എന്റെ വഴിക്കായി എന്ന് പറയുന്ന മുന്നോട്ട് പോകുന്ന കുറെ ആളുകളുണ്ട്, നമ്മളെ പരിചയത്തിൽ തന്നെ കുറെ പേരുണ്ട്. അപ്പൊ അതിന് മാറ്റം വേണമെങ്കിൽ ഇത്തരത്തിലൊരു ഒരു ഒരു സംസാരം. നമ്മൾ ഈ ബ്രോക്കൺ ഫാമിലിയിലാണ് ഈ ഒരു സംഭവം, ഫാദർ ഇല്ല, ബോണ്ടിങ് ഇല്ല. പക്ഷെ സർവ്വസാധാരണ എല്ലാ ഫാമിലിയിലും ഇതാണ് അവസ്ഥ. ഈ മൊബൈൽ ഫോൺ എന്നുള്ളത് കുട്ടികൾ ദുരുപയോഗം എന്നുള്ളൊരു വേർഡ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കത് നമ്മളിത് എന്ത് ചെയ്യും, നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്നവര്, അതായത് വീട്ടിന്റെ ഉള്ളിൽ കണക്ഷൻ ഇല്ല, കണക്ടിവിറ്റി ഇല്ല, എന്നാൽ എനിക്ക് പുറം ലോകമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എന്നെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ എന്ത് കുടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ഡ്രസ് ഇട്ടെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് എന്നോട് കൂടുതൽ കൺസേൺ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഹർഷൻ? അതിപ്പോ തോന്നാറുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ പേരൻസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ ഓട്ടോമാറ്റിക്കലി പുറത്തോട്ടേക്ക് ഡിപ്പെൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. എന്നെ കുറിച്ച് അന്വേഷിക്കുന്ന, എന്നോട് സ്നേഹമുള്ളവർ, അപ്പൊ പുറത്തുനിന്ന് ഇപ്പൊ ആരെങ്കിലും ഒരു ഫേക്ക് ലവ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നോക്കുമ്പോൾ എന്നെ കുറിച്ച് കൺസേൺ ആകുന്നുണ്ട്. അങ്ങനെയാണ് കുറെ കുട്ടികൾ ഈ ലവ് ട്രാപ്പിലോട്ട് വീണ് പോകുന്നത്. തന്നെ മനസ്സിലാവുന്നില്ല ട്രൂ ലവ് എന്താണെന്നും ഫേക്ക് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു വേർതിരിച്ച് കാണാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടു പോവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പേരൻസുമായിട്ട് വാല്യുബിൾ ടൈം, അപ്പൊ പേരൻസ് ആണെങ്കിലും ടൈം കണ്ടുപിടിക്കണം, കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ കുട്ടികൾ പ്രതീക്ഷിക്കുന്ന പോലെ ആ ഒരു ലവ് അറ്റാച്ച്മെന്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പുറം ലോകത്തായിട്ട് അധികം വേണ്ട ഒരു ലവർ വേണം എന്നൊരു ഫീൽ, അങ്ങനെ ആവശ്യം നമുക്ക് വരുന്നില്ല. പ്രോപ്പറായിട്ട് അവർക്ക് കിട്ടേണ്ട കെയറും കൺസേണും കിട്ടി കഴിയുമ്പോൾ ദേ ആർ സാറ്റിസ്ഫൈഡ്, പിന്നെ അവർക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ പാരന്റ്സ് കൊച്ചിനുള്ള കൗൺസിൽ ചെയ്യാൻ പോട്ടെ, പക്ഷെ ഞങ്ങൾ കൂടുതൽ പാരന്റ്സിനെ കൗൺസിൽ ചെയ്താൽ വിടാന്ന് പറഞ്ഞല്ലോ. ആ ഒരു പോയിന്റിലേക്കാണ് അവൾ എത്തിയിരിക്കുന്നത്. പാരന്റ്സ് എന്താണ് ഇതിനെ കുറിച്ച് പറഞ്ഞത്, ക്വാളിറ്റി ടൈമിനെ കുറിച്ച്? ഇതാണ് പ്രശ്നം. ഇപ്പൊ ഉള്ള കുട്ടികള് ആ ഒരു ഇതിലേക്കാണ്, ഡിജിറ്റൽ യുഗത്തിലേക്കല്ലേ.
അതേസമയം 90s പാരന്റ്സ് ഇപ്പൊ ഈ സാധനം കൈ കിട്ടുന്നുണ്ട് അവരുടെ കയ്യിൽ. അപ്പൊ ഇവർക്ക് അതിലെന്താ ഉള്ളത്, പുതിയതെന്താ, അല്ലെങ്കിൽ വരുന്ന റീൽസ് ഒക്കെ അറിയാലോ. അവർക്ക് യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അവർക്ക് മണി ഏൺ ചെയ്യാനുള്ള ഒരു ഉപാധി കൂടിയാണ് അല്ലെ. അതൊരു ജോബാണ് ആക്ച്വലി റീൽസ് ഉണ്ടാക്കുന്നവർക്കൊക്കെ. പക്ഷെ അതറിയാതെ ഇതെന്റെ ലൈഫ് റിലേറ്റഡ് ആണല്ലോ, എന്റെ ഹസ്ബൻഡ് എന്റെ വൈഫ് ഇങ്ങനെയാണല്ലോ കാണിക്കുന്നത്, എന്റെ പാരന്റ്സ് ഇങ്ങനെയാണല്ലോ, അപ്പൊ അടുത്തത് എന്താ. അപ്പൊ ഇവര് ഇതിലാണ് ശരിക്കും അഡിക്റ്റഡ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ ഇതൊന്ന് കാണൂ, അത് എന്റെ കുട്ടിക്ക് ടൈം കൊടുക്കും. ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. യെസ്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മള് ഇതുണ്ട്, ഇങ്ങനെ ആവണം, ഞാൻ എങ്ങനെയാണോ അതാണ് എന്റെ കുട്ടികള്. അപ്പൊ കുട്ടി സംസാരിക്കാൻ വരുന്ന ഒരു വിഷയം പറയാൻ വേണ്ടി ചിലപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ആ കുട്ടി അന്നത്തെ എനിക്ക് സംഭവിച്ചു പോയ ഒരു തെറ്റിനെ കുറിച്ച് പറയാനായിരിക്കും. അതുപോലും ഓക്കെ എന്നുള്ള രൂപത്തിലേക്ക് മാറിയ പിന്നെ ഞാൻ ആരോട് പറയും, ഒന്നില്ലെങ്കിൽ വീണ്ടും മൊബൈല്. അപ്പോഴായിരിക്കും ഈ പറഞ്ഞ ഒരു ലവ് അഫെയറോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വരുന്നത് ഫേക്ക് ആണോ ട്രൂ ആണോ ഒന്നും അറിയാതെ പിന്നെ അതിലേക്കായി. പിന്നെ ഞാൻ എന്റെ മൊബൈൽ മാറ്റി വെച്ചിട്ടാണ് ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ നീ എപ്പോഴും മൊബൈൽ. പിന്നെ നമ്മൾ കുറ്റപ്പെടുത്തും, അവിടെയും കുറ്റപ്പെടുത്തല കേൾക്കുന്നത്. അല്ലാതെ എന്തിനാ വന്നേ, എന്താ പറയണേ, എന്താ കേൾക്കണേ. പിന്നെ ഈ ഉപദേശങ്ങള് നമുക്ക് പോലും ഇഷ്ടമല്ലാത്ത സാധനം പിന്നെ എങ്ങനെയാ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പൊ അത് വേണ്ട. ജസ്റ്റ് ഒരു ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ ആയിരിക്കും, അത് മതി. ഓർമ്മകൾ എപ്പോഴും അങ്ങനെയല്ലേ, ചെറിയ കാര്യങ്ങൾ മതി, കുറച്ച് മതി അവർക്ക്. ആ കുറച്ച് നല്ല കൃത്യമായിട്ട് കൊടുത്താൽ വളരെ വലിയൊരു റിസൾട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതെ. ഇപ്പൊ യാസിൻ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ ഫോൺ ഇപ്പൊ ഒരു ലെവലിൽ ഇത് മാറിയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാം, എവിടെയാണ് നല്ല ഫുഡോ അവിടെ നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ കുട്ടി യൂട്യൂബർമാരുണ്ട്, അതൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുകയാണ് ഈ ഫോൺ. അപ്പൊ ഇതൊക്കെ ഒരു ദുരുപയോഗം തന്നെയല്ലേ, തോന്നിയിട്ടുണ്ടോ? അത് ദുരുപയോഗമാണോ അല്ലെങ്കിൽ അല്ല അത് നല്ല കാര്യമാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ ദുരുപയോഗം പോലെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അവര് യാത്ര ചെയ്യാനാണ്, അവര് നേച്ചർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. കുട്ടി ഒറ്റയ്ക്കാണ് പോകുന്നത്, അത് വീട്ടിൽ പറയാണ്ടാണ് പോകുന്നത്. വീട്ടിൽ പറയാണ്ട് പോകുന്നത് അത് ഭയങ്കര ഒരു വിഷയം തന്നെയാണ്. കാരണം അവരെ മാതാപിതാക്കൾ വിഭ്രാന്തി ആവുമല്ലോ. നമ്മുടെ ഫോർട്ട് കൊച്ചി തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കേസാണ്. അത് ഇങ്ങനെ അവര് യാത്ര ചെയ്യാൻ തന്നെ പോയതാണ്. പക്ഷെ അവര് പോലീസിനോട് പറഞ്ഞത് വേറെ കഥകളാണ്. അതും വേറെ രസമാണ്. ഇങ്ങനെയുള്ള ഫോണിൽ നിന്ന് കിട്ടുന്നൊരു അറിവാണ്, തിരക്കഥകളാണ് എല്ലാം. റീൽസ് എഫക്റ്റ് ഞങ്ങള് എന്താണ് തട്ടിക്കൊണ്ടുപോയതാണ്, ഞങ്ങൾ എവിടെയോ പാർപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ടു, ഞങ്ങൾ എങ്ങനെയൊക്കെയോ തിരുവനന്തപുരത്ത് എത്തി. സത്യത്തിൽ ഇതെല്ലാം നുണയാണെന്നും ഇവർ ഈ പറയുന്ന വിശ്വാസം എടുക്കാൻ പറ്റില്ല. പക്ഷെ കുട്ടികളായിപ്പോയി, പിന്നെ നമുക്ക് അവരെ ഇതാക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവര് ഉപയോഗിക്കുന്ന ഒരു ഇന്റലിജൻസ് ഇല്ലേ, അതൊരു ദുരുപയോഗത്തിന്റെ ഭാഗമല്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ വിഷയം അത് വലിയൊരു ദുരുപയോഗം തന്നെയാണ്. കാരണം അവരെ മാതാപിതാക്കളോട് അത് പറഞ്ഞിട്ട് അവരെ അനുവാദത്തോടു കൂടി പോണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. ഈ ഫോൺ എന്ന ഒരു ലോകത്തിൽ നിന്ന് മാറിയിട്ട് അവർ ഈ ഒരു നേച്ചർ ഈ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകാന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ 1-2 ഒരു 20 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി തന്നെയുണ്ട്, വലിയൊരു ബ്ലോഗറാണ്, ഹിച്ച് ഹൈക്കിംഗ് നോമാഡ് എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടി സഞ്ചരിക്കാത്ത ഒരു രാജ്യമില്ല, നിലവിൽ ഒരു രാജ്യമില്ല. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോ ഈ ഒരു ട്രെൻഡ് അത് നല്ല കാര്യം തന്നെയാണ് എന്നാണ്. ഇപ്പൊ ആ പറഞ്ഞ കുട്ടി ചിലപ്പോ ആ കുട്ടിന്റെ പാരന്റ്സ് സപ്പോർട്ടോട് കൂടിയോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ കുറെ പേരുണ്ടല്ലോ ഇപ്പൊ അതിന് സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ കൊളാബ് ചെയ്യുന്ന ഒക്കെ ആയിട്ട് പോകുന്നതായിരിക്കും. പക്ഷെ ഇത് കണ്ടിട്ട് ഇപ്പൊ നമ്മള് പാരന്റ്സ് തന്നെ ആ കുട്ടിയുണ്ടോ കുറെ രാജ്യങ്ങളൊക്കെ. ഇത് വളരെ നെഗറ്റീവായിട്ടാണ് നമ്മുടെ പിള്ളേരിലൊക്കെ ചെല്ലണത്. അവര് ഹീറോണി ഇപ്പൊ ഞങ്ങൾക്ക് പോയാലെന്താ, അവിടെ ഉള്ളൊരു പ്രൊഫഷണലിസം ഇവർ കാണുന്നില്ല. ഇവർ സ്വയം തീരുമാനം എടുത്ത് ഇപ്പം നാളെ എൻ്റെ കുട്ടിക്ക് സംഭവിക്കാം, തീരുമാനം എടുത്ത് ഇപ്പം പോകാൻ റെഡിയായി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റത്തെ സ്പാർക്ക് കിട്ടാൻ നമ്മളാണ്. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും ആരാണ് കുറ്റക്കാരാരാണ്? ഇവിടെ കുറ്റക്കാരെന്ന് നമ്മൾ ആരെയും പറയാനില്ല. ഈവൻ പാരന്റ്സും കുറ്റക്കാരല്ല, കുട്ടികളും കുറ്റക്കാരല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം രണ്ടുപേരും അവരവരുടെ വഴിക്ക് ശരിയാണ്. ഈ 2 പേരുടെയും റൈറ്റ്സ് ഒന്നായി തീരുമ്പോഴാണ് ഈ പ്രശ്നം ഇല്ലാതിരിക്കുന്നത്. അതായത് പരസ്പരം ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ്. എനിക്ക് ഇങ്ങനെ പോകാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ആ വഴികൾ ഏതൊക്കെയാണ്? ഇപ്പം കഥകളിൽ പറയും, കൊച്ചുകുട്ടി വന്നിട്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്യണം. ഓക്കെ, നീ യാത്ര ചെയ്തോ? പെർമിഷൻ കൊടുത്തു. അങ്ങനെ ആ കുട്ടി ബസ്സിൽ കയറി ഇരുന്ന് അത്രയും ദൂരം യാത്ര ചെയ്തു. പക്ഷെ ബസ്സിന്റെ പുറകെ ആരുണ്ടായിരുന്നു? ഈ പറഞ്ഞ ഗാർഡിയൻ ഉണ്ടായിരുന്നു.
അപ്പൊ അവന്റെ ആഗ്രഹം നടന്നു, ഈ പറഞ്ഞ ആളുടെ ഇതും തീർന്നു. ഇന്ന് പ്രശ്നം എന്താന്ന് വെച്ചാ ഈ പറഞ്ഞ ഗാർഡിയന് സമയമില്ല. ഇവരോട് വന്ന് പറഞ്ഞ ആഗ്രഹം പറയുമ്പോ നോ, സമയമില്ല, നോ. ഈ നോ കുട്ടികൾക്ക് കേൾക്കണ്ട. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മള് കുട്ടികളോട് അത്ര എഫക്റ്റീവ് ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 to 12 സെക്കൻഡ് ഹഗ്ഗിങ് പോലും കുട്ടിക്ക് ബോണ്ടിങ് ഉണ്ടാക്കും. അതുപോലും കിട്ടാത്ത കുട്ടികൾക്ക് ഈ ബോണ്ടിങ്, അത് നേച്ചർ എക്സ്പ്ലോർ ചെയ്യുക, ശരിയാണ്, നേച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, നല്ലതാണ്. പക്ഷെ അതിന് ആ ഒരു പോസിറ്റീവ് വൈബോട് കൂടി എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് ഇപ്പുറത്തുള്ള ആള് കൃത്യമായി കൺസേൺ ചെയ്ത് കൊടുത്തിരിക്കണം. ആ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് റൂൾസ്, കൊച്ചിൻ അക്കാദമി ഓരോ 3 മാസം കൂടുമ്പോൾ ഒരു ക്യാമ്പയിൻ നടത്തും. അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ക്യാമ്പയിൻ നടത്തുന്നത്. ഇപ്രാവശ്യത്തെ ഭാഗമായിട്ട് ഞങ്ങള് കുറെ പോലീസ് സ്റ്റേഷനുകള്, ജുവനൈൽ ഹോം അങ്ങനെയൊക്കെ പോയിരുന്നു. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ അവര് പറയുന്നത് ഈ സംഗതിയാണ്, കുട്ടികളുടെ ഒരു ലോകം, ആ ലോകത്തേക്ക് എത്തിപ്പെടാനായിട്ട് പാരന്റ്സിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് 15 വയസ്സുള്ള അച്ഛന്മാര്, അതായത് അവര് ഫാദറാണ്, ജുവനൈൽ ഹോമിൽ കിട്ടിയപ്പോ നമുക്ക് കിട്ടിയ റിപ്പോർട്ടാണ്, 23 വയസ്സുള്ള ലോക്ക് പഠിക്കുന്ന കുട്ടി ആ ലോ ബ്രേക്ക് ചെയ്തിട്ട് ജർമ്മനിയിൽ നിന്ന് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായ കേസാണ്. അതും ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്ന കേസ്. ഇങ്ങനെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ കാരണം അത് ഓരോ കേസുകളും നമുക്ക് പുതിയതാ. ഇങ്ങനെ കേട്ട് വരുമ്പോഴത്തേക്കും എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ, ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ ആണോ, ഈ അഡിക്ഷൻ എങ്ങനെ വന്നു, ഇതെങ്ങനെ ഒഴിവാക്കാം. അപ്പൊ റൂൾസ്, ഞങ്ങളെ പിടിച്ചാൽ എന്തൊക്കെയാണ് റൂൾസ്, ആ റൂൾസ് ബ്രേക്ക് ചെയ്താൽ എന്തൊക്കെയാണ് അതിന്റെ നിയമവ്യവസ്ഥ, അതൊക്കെ അവർക്ക് കൃത്യമായിട്ട് എല്ലാം അറിയാം. പോലീസ് സ്റ്റേഷനിൽ അവർ പറയണ ഇതാണ്, ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, 18 വയസ്സിൽ താഴെയാണെങ്കിൽ എന്താണ്, അതൊക്കെ കൃത്യം അവർക്ക് അറിയാം. ഇത്രയൊക്കെ സംഭവിക്കുള്ളൂ. അപ്പൊ അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാലോ. ഈ ഫോൺ എന്ന് പറഞ്ഞ സംഭവം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വല്ലാത്തൊരു ലോകത്തേക്കാണെന്ന് തോന്നിയിട്ടുണ്ടോ ചിലപ്പോഴെങ്കിലും? 2 തലത്തിലുണ്ട്. ഒന്ന്, നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഈ ചാറ്റിങ്ങും അതുപോലെ തന്നെ നമുക്ക് പല അറിവുകളും ഈ ഫോണിലൂടെ. കൊറോണ കാലഘട്ടത്തിലൊക്കെ നിങ്ങളുടെ ഏറ്റവും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടൊരു സാധനമായിരുന്നു. പിന്നെ വലിയ ഫ്രണ്ടായിരുന്നു, നിങ്ങൾക്ക് പഠിക്കാനായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനായാലും. പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് മാറി അതിപ്പോ നിങ്ങളുടെ ഒരു എനിമി ആയിട്ട് മാറുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് സമ്മതിച്ചു തരുമോ? ആണോ? എന്നാലും ഞങ്ങൾ എനിമിനെ കളയൂല. അങ്ങനെയില്ല, നമ്മളെ അഡിക്ഷൻ ആക്കും ഈ ഫോൺ എന്ന് പറയുന്നത്. കുറെയൊക്കെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ വീണ്ടും കുറച്ച്, ഇപ്പൊ നമ്മള് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് ഫോണിൽ ചെലവഴിക്കാമെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ, എന്നാൽ അരമണിക്കൂർ വേണ്ട, 1 മണിക്കൂർ ആയിക്കോട്ടെ എന്നങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കും. സമയം പോകുന്നത് നമ്മൾ അറിയില്ല ഫോൺ ഉപയോഗിക്കുമ്പോൾ. അങ്ങനെ ഒരു സത്യാവസ്ഥ ഉണ്ട്. അത് സത്യാവസ്ഥയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ പാരൻസിൻ്റെ ഒരു പരിധി വരെ ഇപ്പം നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം ഫസി മാം പറഞ്ഞ പോലെ പാരൻസിനെ കുറ്റക്കാരൊക്കെ പറയാൻ പറ്റില്ല, നിങ്ങളെയും കുറ്റപ്പെടുത്തി പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനൊരു ഈക്വൽ ബാലൻസ് വേണം. നമ്മൾ പിന്നെ കൺസേൺ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊരു സൊല്യൂഷൻസ് വേണം. അപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളത് നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ്. നിങ്ങൾ ജനറേഷൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ പല ഇതുണ്ടാവും നിങ്ങൾക്ക്, പല പ്ലാറ്റ്ഫോംസിലൂടെ നിങ്ങൾക്ക് അത് പറഞ്ഞു, നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ട അവസരം കിട്ടിയാൽ നിങ്ങളത് എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക? പരമാവധി നമ്മൾ സോഷ്യൽ വർക്കിലേക്കും സ്പോർട്സിലേക്കും ഇറങ്ങി പുറപ്പെടാൻ നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു യൂണിയന്റെ ഒരു പരിപാടി നടത്തണമെങ്കിൽ തന്നെ നമ്മൾ ഒരു പരിപാടി അവിടെ നടത്തുമ്പോൾ ആ പരിപാടിയിലേക്ക് പണ്ടത്തെ പോലെയല്ല, ഇന്ന് ആളുകൾ കുറവാണ്. ഒരു പരിപാടി നടത്തുമ്പോൾ കൂടുതൽ പേര് മൊബൈൽ ഫോൺ പിടിച്ചിട്ട് പല ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് അത് എങ്ങനെയൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് 800 വ്യൂവേഴ്സ് ഉണ്ട്, 1000 വ്യൂവേഴ്സ് ഉണ്ട്, വ്യൂവേഴ്സിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ നടക്കുന്നത്. അപ്പോ അതിൽ നിന്നൊരു മാറ്റം വരും. അവർ ആ വീഡിയോ എടുത്തതിന് ശേഷം അവർ പിന്നെ പുറത്തേക്ക് പോകണേണ്. പരിപാടി അവർക്ക് വേണ്ട, അവർക്ക് ആ ഒരു 30 സെക്കൻഡിന്റെ ആ ഒരു വീഡിയോ, ദാറ്റ്സ് ദെയർ ഹാപ്പിനെസ്. അപ്പോ അങ്ങനെയാണ് ഒരു മൂവ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരുത്തണമെന്നാണ് ഞാൻ പറയാനുള്ളത്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ സ്പോർട്സ് കോട്ടയിലൊന്നും അഡ്മിഷനേ ഇല്ല. സ്പോർട്സിലും ആർട്സിലും ആർക്കും താല്പര്യമില്ല. എല്ലാവരും ഇതിൽ ഇണങ്ങിച്ചേർന്ന് മുന്നോട്ട് വേണം. മിക്കവർക്കും വ്ളോഗർ ആവണം എന്നുള്ളൊരു ചിന്തയാണ്. ഇൻസ്റ്റാ ഫെയിം ആവണം, ഇൻസ്റ്റയിൽ റീൽസ് ഇടണം, പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം, അതാണ്.
പെട്ടെന്ന് പണക്കാരാവണം. അതിൽ കുറെ പേർക്ക് പാരൻസിനും ഉണ്ട് കേട്ടോ. അവരെ പെട്ടെന്ന് അവർ കണ്ട് സെറ്റിൽഡ് ആയി, ഇവർ സെറ്റിൽസ് അങ്ങനത്തെ. ഇപ്പോൾ എല്ലാം എൻ്റെ പരസ്യങ്ങളൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. 21 ഇയേഴ്സിൽ സെറ്റിൽഡ് ആവും, 22 ഇയേഴ്സിൽ. എന്തിനാണ് സെറ്റിൽഡ് ആയിട്ട് അത്രയും നേരത്തെ അല്ലേ? നമുക്ക് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലാവും, നമ്മളൊരു 80s 90s ഉള്ള പാരൻസിന് മനസ്സിലാവും അത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് കാര്യമില്ല. പെട്ടെന്ന് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു ഇത്. പക്ഷെ നമുക്ക് കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഈ പറഞ്ഞ ഒരു ഇമ്പൾസിവിറ്റി, ഇവരുടെ എന്താ പറയാ ഡോപ്പമിന്റെ അളവ് കൂടും. നമ്മൾ ഡോപ്പമിൻ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ കാണുന്ന സംഗതികൾ, ഇതെല്ലാം ഇതാണ്. അപ്പൊ ആ കുട്ടികൾക്ക് ഇതിങ്ങനെ ഹൈ, നമ്മുടെ ഹോർമോൺസ് ആണല്ലോ, നമ്മുടെ ഫുൾ ബോഡി കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഹോർമോൺസ് ആണ്. ഈ ഡോപ്പമിന്റെ അളവ് ഇങ്ങനെ ഹൈ ലെവലിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വയം ഇതിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അവർക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് എക്സ്റ്റേണൽ യൂസേജ് നമുക്ക് ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോഴാണ് ആദ്യത്തെ ഹെൽപ്പർ നമ്മുടെ പാരൻസ്, രണ്ടാമത്തെ ഹെൽപ്പർ ഇനി കൗൺസിലേഴ്സ് പോലെയുള്ള സോഷ്യൽ തലത്തിലുള്ള ആളുകൾ. അപ്പൊ ഇതിനോടൊക്കെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് തോന്നണം, ആ തോന്നൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, അതിന് അവരുടെ ആ റൂൾസ് സെറ്റ് ചെയ്തേ മതിയാവൂ. ആ റൂൾസ് ചെറുതിലെ തുടങ്ങി സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പറയുന്ന ഈ പോസിറ്റീവ്, ഇപ്പൊ യാസീനെ പോലെയുള്ള ഇപ്പൊ ഡിഗ്രി ഫൈനൽ ഇയർ ഫസ്റ്റ് ഇയർ ആണ് അല്ലെ കയറിയിട്ടുള്ളൂ. അപ്പൊ നമ്മളൊരു അവയർനെസ് ക്ലാസ് കൊടുക്കണമെന്ന് യാസീന് ബോധമുണ്ടെങ്കിൽ, ഇതേ ബോധം ഓരോ ടീനേജേഴ്സിനും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനും ഉണ്ടെങ്കിൽ അതുണ്ടാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം കുറേയൊക്കെ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റും. ഇതിലേക്ക് നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ബുക്സ്, സ്പോർട്സ് ഇപ്പം പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഈ ജനറേഷൻ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അതിനുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ സമൂഹം, ഈവൻ പൊളിറ്റീഷ്യൻസ്, സ്കൂൾ അധികൃതര് എല്ലാവരും എടുത്തേ തീരൂ. കൃത്യമായി അത് എത്ര സ്പോർട്സ് ആവുകൊള്ളേ, വളരെ ചുരുങ്ങിയതാ. ഇനി കുട്ടികൾ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ കളിക്കാൻ വന്നാൽ പോലും ആ ഗ്രൗണ്ടിന്റെ ഓണേഴ്സ്, അത് ആരായിക്കോട്ടെ, അവർ ഇവിടെ കളിക്കാൻ പറ്റില്ല. പിന്നെ അവരെന്ത് ചെയ്യും? പിന്നെ ഡ്രഗ് റാക്കറ്റ്സ് ഒക്കെ അറിയാലോ. അപ്പൊ ഇവര് ഇതിനൊക്കെ രക്ഷപ്പെടുത്താൻ കൃത്യമായി കുട്ടികളെ ഫിസിക്കൽ പിന്നെ എഡ്യൂക്കേഷൻ കൃത്യമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവത്തിന്റെ ഡോപ്പമിന്റെ അളവ് കുറയും, അവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ. ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിയിടങ്ങളില്ല. ഇനി ഉള്ളതാണെങ്കിൽ പല ഇവന്റ്സിന് യൂസ് ചെയ്യാതായിരിക്കും. അത് അതേ സാധനം തന്നെ ഈ രാത്രിയുടെ മറവിൽ ഡ്രഗ്സ് റാക്കറ്റ്സ് യൂസ് ചെയ്യുന്നു. ഇനി പിള്ളേർ നമ്മൾ ഇത്തിരി സ്വാതന്ത്ര്യമായിട്ട് വിടാൻ ഇവർ കാത്തിരിക്കുന്നു വലയിൽ വീഴ്ത്താൻ. എല്ലായിടത്തും സത്യം പറഞ്ഞാൽ കുട്ടികളൊരു അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തൊരു ഇത് കൊണ്ടിട്ടായിരിക്കാം അവർ ഫോൺ യൂസ് ചെയ്യണം എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തേണ്ടി വരും. ഡ്രഗ് റാക്കറ്റ് പോലെ തന്നെ മൊബൈൽ റാക്കറ്റ്, റീൽസ് റാക്കറ്റ്, എല്ലാ റാക്കറ്റും. അപ്പോ കൃത്യമായി ഫോക്കസിങ്, ഞാൻ പറയും ഒരു പാരന്റിങ് എന്ന് പറഞ്ഞ സാധനം തുടങ്ങുന്നത് ആ കുട്ടി വയറ്റില്, അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുകയാണ് ഞാനൊരു മദർ ആകണം എന്ന് ആലോചിക്കുമ്പോൾ തുടങ്ങുന്നു. ആ തുടങ്ങുന്നതിൽ നമ്മൾ കൺസേൺ ആയാൽ കൃത്യമായ എഡ്യൂക്കേഷൻ അതിൽ നമ്മൾ എടുത്താൽ ഉറപ്പായിട്ടും ഒരു 99% നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സമൂഹത്തിനുള്ള, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരാളെ നമുക്ക് വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റും. പക്ഷെ ഇപ്പൊ പ്രഗ്നൻസിൽ ഇപ്പൊ നമ്മൾ കാണുന്ന പ്രഗ്നന്റ് വുമൻ ആയാലും അവർ ഫോൺ കണ്ടുകൊണ്ടിരിക്കുക, ജങ്ക് ഫുഡ്സ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കുട്ടിയും അത് തന്നെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ അവർക്ക് ഓക്കെയാണ്. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ ഇവരും കൺസേൺ ആയി തുടങ്ങുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അമ്മയിൽ നിന്ന് തുടങ്ങട്ടെ അല്ലേ? അതായത് ഞാനൊരു അമ്മയാവുന്നു, ഞാൻ ഒരു അച്ഛനാവാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം തുടങ്ങുമ്പോ തന്നെ അവര് നോക്കട്ടെ. ഇപ്പൊ ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോ എന്തൊക്കെയാ നമ്മൾ നോക്കുന്നുണ്ടല്ലേ? പെൺകുട്ടി എങ്ങനെ, ചെറുക്കൻ എങ്ങനെ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ, ഇവര് ഒരുമിച്ച് ജോലി ചെയ്താൽ എങ്ങനെ, ഇങ്ങനെ ഒരുപാട് കൺസേൺ ഉള്ള പോലെ ഞാനൊരു അമ്മയായാൽ, ഞാൻ ഒരു അച്ഛനായാലും എങ്ങനെ എന്ന് ആലോചിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ആ തുടക്കത്തിലൂടെ ആവട്ടെ ഇനിയുള്ള ജനറേഷൻ പോകില്ല. ഈ അച്ഛന്മാരെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ള കുറച്ച് പാടുള്ള കാര്യം. അവർക്കാണെങ്കിൽ അതായത് നമുക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്ക് നീ നോക്ക് നിന്റെ അങ്ങനെ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ അമ്മ കുറച്ചുകൂടി അഗ്രസീവ് ആവണത് ഈ അച്ഛൻ എന്ന് പറഞ്ഞ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടിട്ടാണ്. രണ്ടുപേരുടെ ഡ്യൂട്ടി ഒരാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എവിടെയുണ്ട്. അപ്പൊ ഈ അച്ഛൻ സപ്പോർട്ട് ചെയ്ത് അമ്മ ക്ലിയർ ചെയ്ത്, അല്ലെങ്കിൽ അമ്മ തന്നെ ഒരു അമ്മ ആവാൻ തുടങ്ങുന്ന സമയം തുടങ്ങി. ഇപ്പൊ ഈ പറയുന്ന സ്റ്റീവ് ജോബ്സ് ഒക്കെ അവരെ കുട്ടികൾക്ക് ഫോണ് അവർ കൊടുത്തിട്ടില്ല. അതാണ് സത്യം. ആപ്പിള് കണ്ടുപിടിച്ച ആൾക്ക് മക്കൾക്ക് ആപ്പിള് കണ്ടിട്ടില്ല. കാരണം നിങ്ങളുടെ കയ്യിലുണ്ടാവും, പക്ഷെ അവരുടെ മക്കളുടെ കയ്യിലില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒരു പാരഡോക്സ് ആണ്. പക്ഷേ ഹർഷലോട് ലാസ്റ്റത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ പറഞ്ഞ പോലെ കളിയിടങ്ങൾ തുറന്നു തരുന്നു, നിങ്ങൾക്കുള്ള എല്ലാ ആക്ടിവിറ്റീസും തുറന്നു തരുന്നു, നിങ്ങൾ മൊബൈൽ ഫോൺ അത് നിങ്ങളുടെ ആവശ്യത്തിന് യൂസ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ളത് അത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതിലിരിക്കുന്നത്, നിങ്ങളത് വലിച്ചെറിയാൻ റെഡിയാവും? റെഡിയാകും.
കാരണം വെച്ചാൽ പേരൻസ് അതുപോലെ ഓപ്പൺ മൈൻഡഡ് ആവണം. ചില പേരൻസ് ഉണ്ട്, കുട്ടികൾ വീണ് കഴിയുമ്പോൾ മുറിവ് പറ്റും, അങ്ങനെ ഓവറായിട്ട് കെയറിങ് വന്നു കഴിയുമ്പോൾ അവര് പലപ്പോഴും കുട്ടികളെ എന്നാ നീ ഫോണായിട്ട് തന്നെ ഇരുന്നു, അതാ നല്ലത് എന്നുവെച്ചാൽ കുട്ടികൾക്ക് കളിയിടങ്ങൾ കുറച്ചും കൂടെ തുറന്നു കൊടുക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് അങ്ങനെ കുറെ തുറന്നു കഴിയുമ്പോഴേക്കും പിള്ളേർ ഫോണിൽ ഇത്രേ ഉള്ളൂ, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, പുറത്തോട്ട് എനിക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യേണ്ട കുറെ ഉണ്ട്. പേരൻസും അതിനനുസരിച്ച് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ എന്തായാലും ഫോൺ വലിച്ചു മാറ്റും, ആവശ്യത്തിന് യൂസ് ചെയ്യും. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ പുറത്തോട്ടേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഫോണിനകത്തുള്ളതിനേക്കാളും കൂടുതലായിട്ട് പുറത്തുണ്ട്. ഈ നേച്ചർ എക്സ്പ്ലോർ ചെയ്യാനേക്കാളും നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം എക്സ്പ്ലോർ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഈ പറഞ്ഞ പോലെ പാരൻസിന് ഒരു ബ്രോഡ് മൈൻഡഡ്നെസ് അത്യാവശ്യമാണ് അല്ലേ? അപ്പം അതില്ലാത്തതുകൊണ്ടിട്ടാണ് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റും. അപ്പം നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, അതായത് ഫോൺ എന്നുള്ളത് നമ്മൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല, മറിച്ച് കളിയിടങ്ങൾ നമുക്ക് തുറന്നു തന്നാൽ ഈ ദുരുപയോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കും എന്നൊരു ആഹ്വാനമാണ് പുതിയ തലമുറയിൽപ്പെട്ട ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത യാസീനായാലും ഹർഷിലായാലും ഒപ്പം സ്റ്റുഡൻസിൻ്റെ ഒപ്പം വർഷങ്ങളായിട്ട് നടന്ന് അവരുടെ മനസ്സറിയുന്ന ഫൗസിയ ടീച്ചറിനും പറയാനുള്ളത്. നന്ദി, നമസ്കാരം.